നിങ്ങൾ എല്ലാവരും ഈ വരാൻ പോകുന്ന ഈ പറഞ്ഞ DME എക്സാമിന് വേണ്ടി മാത്രമല്ലേ തയ്യാറെടുക്കുന്നത്? ആണോ അല്ലോ? സത്യം പറയണം. നിങ്ങൾ എല്ലാവരും ഇനി വരാൻ പോകുന്ന ഈ പറഞ്ഞ DME എക്സാമിന് വേണ്ടി മാത്രമാണോ തയ്യാറെടുക്കുന്നത്? ആണോ? ആ, വരട്ടെ എല്ലാരും പറയണം. ആ, അത് കഴിഞ്ഞ് വരുന്ന നഴ്സിംഗ് ട്യൂട്ടർ ഉണ്ടോ? ഉണ്ടോ? ഉണ്ടോടെ? ആ, ഉണ്ട്. പലരും ഉണ്ടല്ലേ? അപ്പൊ ഈ വർഷം വരുന്ന എല്ലാ എക്സാം വരുന്നുണ്ടല്ലോ. ഈ വർഷം എഴുതുന്ന എല്ലാ എക്സാമും തന്നെ നിങ്ങൾ എല്ലാവരും എഴുതണം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ആൾക്കാരെല്ലാം എഴുതുമല്ലോ അവിടെ. നമ്മളെപ്പോഴും ഒരൊറ്റ എക്സാമിന് വേണ്ടി മാത്രം പഠിക്കാൻ നിൽക്കരുത്, അല്ലേ? ശരിയല്ലേ? ഒരൊറ്റ എക്സാമിന് വേണ്ടി മാത്രം പഠിക്കരുത്. നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ബാക്കി എല്ലാ എക്സാം എഴുതണ്ടേ? ഇപ്പൊ നമ്മൾ പഠിക്കുന്നവരെയും അവിടെ എല്ലാം അപ്ലൈ ചെയ്യണ്ടേ? അത് പലയിടത്ത് അപ്ലൈ ചെയ്യണ്ടേ? ഇപ്പൊ നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അത് പലയിടത്ത് അപ്ലൈ ചെയ്യേണ്ടി വരില്ലേ? അല്ലാതെ ഒരൊറ്റ എക്സാം വേണ്ടി മാത്രമല്ലോ അവിടെ. ശരിയല്ലേ? നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ പലയിടത്തും അപ്ലൈ ചെയ്യണം. അപ്പൊ സ്റ്റാഫ് നഴ്സ് എക്സാം നിങ്ങൾ മുന്നിൽ കാണുമ്പോൾ ഫസ്റ്റ് ഒരു കാര്യം തയ്യാറെടുക്കുമ്പോൾ ആദ്യം വരുന്ന കാര്യമാണ് അത് എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം. ശരിയാണല്ലോ? അത് എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം, അത് എങ്ങനെ പഠിക്കണം, അല്ലെ? ഈ ഒരു PSCയുടെ ഈ ഒരു പുതിയ പരിഷ്കാരങ്ങളുമായിട്ട് ഉള്ള എക്സാം ഈ കഴിഞ്ഞ DHSന് കണ്ടു കാണും, അല്ലേടെ? ഈ കഴിഞ്ഞ DHSന് PSCയുടെ ഇപ്പൊ ഏറ്റവും പുതിയ പരിഷ്കാരമായ എക്സാം കണ്ടു കാണുമല്ലോ അവിടെ. ആ ഒരു പാറ്റേൺ കണ്ടു കാണുമല്ലോ. പലരും കണ്ടോ? അത് കണ്ടിട്ടും ഇപ്പോഴും പലരും പഴയ പാറ്റേണിലാണ് പഠിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ പോരോ? പറ്റില്ലല്ലേ? ഇപ്പോഴും നിങ്ങൾ പലരും ആ ഒരു പഴയ പാറ്റേണിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും പുതിയ പാറ്റേൺ പഠിച്ചിട്ട് തുടങ്ങണ്ടേ? വേണ്ടേ? അല്ലേ? ഈ പറഞ്ഞ ചോദ്യങ്ങൾ ഇപ്പൊ ഏറ്റവും പുതിയ രീതിയിലാണ് വരുന്നത്, അല്ലേ? സാധാരണയായിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണാൻ നിങ്ങൾ പലരും സ്കിപ്പ് ചെയ്ത് പോകാറുണ്ടല്ലേ? സാധാരണയായിട്ട് അങ്ങനെയുള്ള ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ പലരും ഉള്ളത്. അലർജിയാണോ അത്? പറയട്ടെ. ആണോ? അലർജി പേഷ്യന്റ് കണ്ടിട്ടുണ്ടോ എല്ലാവരും? ഉണ്ടോ? അലർജി പേഷ്യൻസിനെ കണ്ടിട്ടുണ്ടോ? ഗുഡ് ഈവനിങ്. അതുപോലെയല്ലേ പലരും അങ്ങനത്തെ ഏറ്റവും പുതിയ പാറ്റേണിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് സ്കിപ്പ് ചെയ്ത് പോകും. ആ ഒരു ചോദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ പോയിട്ടില്ലേ? സത്യം പറയണം, ആ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാതെ പോയിട്ടില്ലേ? എല്ലാവരും ആ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാതെ പോയിട്ടില്ലേ? അലർജി പേഷ്യൻസിനെ പോലെയാണ് നിങ്ങളപ്പോ, അല്ലേ? ഇനി ചിലരുണ്ട് ഇത് രണ്ടിനിടെ ആൾക്കാരുണ്ട്, അല്ലേ? ഇത് രണ്ടിനിടെ ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും പുതിയ പാറ്റേണിൽ തന്നെ പഠിക്കണം. വേണ്ടേ? ഏറ്റവും പുതിയ പാറ്റേണിൽ തന്നെ പഠിക്കണ്ടേ? അല്ലാതെ എന്താണ് പഴയൊരു പാറ്റേൺ രീതി പറ്റത്തില്ല. അവ ഈ പറഞ്ഞ PSCക്ക് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരുണ്ടോ ഇതിനകത്ത്? ഈ പറഞ്ഞ ഫസ്റ്റ് ടൈം PSC എഴുതുന്ന ആൾക്കാരുണ്ടോ ഇതിനകത്ത്? ഫസ്റ്റ് ടൈം PSCക്ക് ഇറങ്ങി തിരിച്ച ആൾക്കാരുണ്ടോ? ഉണ്ടോ? ആദ്യമായിട്ട് ഇതിനകത്ത് PSCക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ഫ്രഷേഴ്സ് ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് ഈ പഴയ ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഈ ഒരു പീസ് തൊട്ട് മുമ്പേ എഴുതിയ ആൾക്കാരോട് ചോദിക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, റിസർച്ച് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഭയങ്കര പാടെന്നാണല്ലേ? റിസർച്ച് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഭയങ്കര പാടെന്ന് എല്ലാരും പറഞ്ഞിട്ടുണ്ടോ? റിസർച്ച് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഭയങ്കര പാടാണ്. ഞാൻ പലവട്ടം പഠിച്ചിട്ടും ഇതൊക്കെ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. ഈ കാര്യങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ? ഈ ഒരു കാര്യങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പലവട്ടം റിസർച്ച് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എല്ലാം പഠിച്ചിട്ടുണ്ട്, എങ്കിലും എനിക്ക് ഭയങ്കര പാടാണ് എന്ന് നിങ്ങളുടെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ?
ഉണ്ടോ? 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 നിങ്ങളുടെ കൂട്ടുകാർ പലരും പറഞ്ഞു കാണും റിസർച്ച്, എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ എന്നിവ പഠിക്കാൻ ഭയങ്കര പാടാണ്, ഭയങ്കര പാടാണ്. ഉണ്ടോ? പറഞ്ഞിട്ടുണ്ടോ അവിടെ? അത് നിങ്ങൾക്ക് എല്ലാം അറിയാം. നിങ്ങൾ പലവട്ടം പഠിച്ചിട്ടും അത് അത് മറന്നുപോയിട്ടുണ്ടോ? അത് പലവട്ടം പഠിച്ചിട്ട് അത് മറന്നുപോയിട്ടുണ്ടോ? ഈ ഒരു ക്ലാസ്സിന് മുമ്പ് ആദ്യം കുറച്ച് കാര്യം പറഞ്ഞുതരാം. അതാ പറയുന്നത്, ഈ ഒരു ക്ലാസ് തുടങ്ങുന്ന മുമ്പ് ചോദിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ പലവട്ടം ഇതൊക്കെ പഠിച്ചിട്ടും ഇത് തന്നെയല്ലേ സ്ഥിരം സംഭവിക്കുന്നത്? അതെന്തുകൊണ്ടാ? അത് എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ റിസർച്ച്, അഡ്മിനിസ്ട്രേഷൻ, എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് പാടായിട്ട് തോന്നാൻ കാരണം പറഞ്ഞേ. ഈ ഒരു ക്ലാസ് തുടങ്ങുന്ന മുമ്പ് ഇതൊരു ഡിസ്കഷൻ ആയിട്ട് കരുതുക. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എല്ലാം ഓപ്പണായി സംസാരിക്കാം. എന്തുകൊണ്ടാ? എന്തുകൊണ്ട് എല്ലാവർക്കും റിസർച്ച്, അഡ്മിനിസ്ട്രേഷൻ, എഡ്യൂക്കേഷൻ എന്നീ സബ്ജക്റ്റുകൾ ഭയങ്കര പാടായിട്ട് തോന്നാൻ കാരണം എന്താ? എന്റെ ചോദ്യം അതാണ്. റിസർച്ച്, എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ എന്നീ സബ്ജക്റ്റുകൾ ഭയങ്കര പാടാണ് എന്ന് തോന്നാനുള്ള കാരണം എന്താ? എല്ലാരും പറയണം, എല്ലാരും പറയണം. ഒരാൾ പറഞ്ഞു വീണ്ടും വീണ്ടും വായിക്കാത്തത് കൊണ്ട്. അടുത്ത ആൾ പറഞ്ഞേ എന്തുകൊണ്ടാ റിസർച്ച്, എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ ഭയങ്കര പാടാണ് എന്ന് തോന്നാൻ കാരണം എന്താ? എല്ലാരും പറയണം. ഈ ഗ്രൂപ്പിനകത്തുള്ള എല്ലാരും പറയണം. കാരണം എനിക്ക് ജസ്റ്റ് വെറും തിയറി പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ഇനി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്, അതുകൊണ്ടാ ചോദിക്കുന്നത്. എല്ലാരും പറയട്ടെ. എന്തുകൊണ്ടാ റിസർച്ച്, എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ മാത്രം ഭയങ്കര പാടാണെന്ന് തോന്നാൻ? ആൻസർ പറയട്ടെ. എന്തുകൊണ്ടാ? റിപ്പീറ്റ് ചെയ്ത് വായിക്കാത്തത് കൊണ്ട് മറന്നു. അടുത്ത ആൾ നെക്സ്റ്റ് എല്ലാരും പറയണം. ഇതിപ്പോ നിങ്ങളുടെ സമയമാണ്. വേറെ ആരും ചോദിക്കാൻ നിൽക്കത്തില്ല. ഞാൻ ചോദിക്കുകയാണ് എന്തുകൊണ്ടാ. അടുത്ത ആൾ അത് മനസ്സിലാകാത്ത പഠിച്ചു. അടുത്ത ആൾ എന്തുകൊണ്ടാണ് റിസർച്ച്, എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾക്ക് ഭയങ്കര പാടാണ് എന്ന് തോന്നാൻ കാരണം എന്താ? എന്റെ ചോദ്യം അതാണ്. ഇപ്പോഴാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ള അവസരം. പഠിച്ചപ്പോ ഇമ്പോർട്ടന്റ് കൊടുത്തില്ല. അടുത്ത ആൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കാത്തതുകൊണ്ട്, ഇഷ്ടമല്ലാത്ത ടോപ്പിക് ആയതുകൊണ്ട്. അടുത്ത ആൾ നെക്സ്റ്റ് ഓരോരുത്തർ പറഞ്ഞേ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എളുപ്പമുള്ള കുറെ സബ്ജക്റ്റ് ഉണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഈസി ആയി തോന്നുന്ന കുറെ സബ്ജക്റ്റ് ഉണ്ട്. ശരിയാണോ? എപ്പോഴും നമുക്ക് വളരെ എളുപ്പമായി തോന്നുന്ന കുറെ സബ്ജക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ ടഫായിട്ടുള്ള സബ്ജക്റ്റും ഉണ്ട് അല്ലേ? എപ്പോഴും നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ എപ്പോഴും പഠിക്കുന്ന കുറെ സബ്ജക്റ്റും ഉണ്ട്. അതുപോലെ തന്നെ വളരെ ടഫായിട്ടുള്ള സബ്ജക്റ്റും ഉണ്ട് അല്ലേടെ? ഇല്ലേ? ഉണ്ടല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ പലരും തന്നെ പരീക്ഷയ്ക്ക് തലേ ആഴ്ച ചോദിക്കും, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പറഞ്ഞു തരാമെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ എൻ്റെ അടുത്ത്. ഇതിൽ പഴയ ആൾക്കാരുണ്ടെ അറിയാം. ഈ പറഞ്ഞ പരീക്ഷയ്ക്ക് തലയ്ക്ക് ദിവസം ചോദിക്കും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പറഞ്ഞു തരാമോ എന്ന്. അടുത്ത ആഴ്ചത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയാണ്. ഉണ്ടോ? ഈ സബ്ജക്റ്റിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാമോ? എന്റെ പഴയ ആൾക്കാർക്ക് അറിയായിരിക്കും. ഉണ്ടല്ലോ. ഈ പരീക്ഷയ്ക്ക് തലയാഴ്ച ചോദിക്കും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങളൊന്ന് പറഞ്ഞു തരാമോ? അതെങ്കിലും പഠിച്ചുകൊണ്ട് പോയാൽ മതിയല്ലോ എന്ന് ഓർത്തല്ലേ? അതെങ്കിലും പഠിച്ചുകൊണ്ട് പോയാൽ മതിയല്ലോ എന്ന് ഓർത്ത് പലരും ചോദിക്കും. പക്ഷെ അതൊക്കെ ഏതുവരെ? ഈ കഴിഞ്ഞ 2020 മുമ്പല്ലേ അതൊക്കെ പറ്റത്തുള്ളൂ? ആണോ അല്ലയോ? ഈ കഴിഞ്ഞ 2020 മുമ്പൊക്കെ അത് മതിയായിരുന്നു. ശരിയല്ലേ? ഈ കഴിഞ്ഞ 2020 മുമ്പേ, 2020 DHS മുമ്പേ അത് മതിയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇപ്പൊ അങ്ങ് പറ്റത്തില്ല. ഇപ്പൊ എന്താണ് ഈ പറഞ്ഞ കറക്റ്റ് മാർക്ക് ഡിവിഷൻ ഉണ്ടല്ലേ?
അല്ലേ? ഇപ്പൊ കറക്റ്റ് മാർക്ക് ഡിവിഷൻ അനുസരിച്ച് തന്നെ പഠിക്കണം, അല്ലേടെ? ഇപ്പൊ കറക്റ്റ് മാർക്ക് ഡിവിഷൻ ഓരോ സബ്ജക്റ്റിനും കൃത്യമായ ഓരോ മാർക്ക് ഡിവിഷൻ ഉണ്ട്, അതനുസരിച്ച് വേണം പഠിക്കേണ്ടത്. അല്ലാതെ ഇന്ന ഏരിയയിൽ നിന്ന് മാത്രം ഇത്ര ക്വസ്റ്റ്യൻ ചോദിക്കൂ എന്ന് പഠിക്കാൻ പറ്റുമോ? ഇപ്പൊ ഈ പറഞ്ഞ ബെഡ് സർജൻ മാത്രം ഇത്രയും പഠിച്ചുകൊണ്ട് പോയാൽ മതി എന്ന് പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് മുമ്പിൽ സിലബസ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും സിലബസ് കിട്ടിയല്ലോ, സിലബസ് കിട്ടിയല്ലോ. ആ ഒരു സിലബസ് നിലനിർത്തിക്കൊണ്ടാണ് എപ്പോഴും ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത്. ഇത്രയും ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ? ആദ്യം പറഞ്ഞ ഇമ്പോർട്ടന്റ് കാര്യംസ് എല്ലാം മനസ്സിലായല്ലോ? യെസ്, ഫസ്റ്റ് പറഞ്ഞ ഇമ്പോർട്ടന്റ് മനസ്സിലായല്ലോ? ഈ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം ഏറ്റവും എളുപ്പമുള്ള സബ്ജക്ട് പഠിക്കോ അതോ അത് ഏറ്റവും ടഫുള്ള സബ്ജക്ട് പഠിക്കോ? ആദ്യം ഏറ്റവും എളുപ്പമുള്ള സബ്ജക്ട് നമ്മൾ കൂടുതൽ വായിക്കാറില്ലേ? ഇവിടെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുന്നത്, സത്യം പറഞ്ഞ് എല്ലാവരും പറയണം, നമുക്ക് ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റിൽ നമ്മൾ എപ്പോഴും കൂടുതലായിട്ട് വായിക്കുന്നത്, കൂടുതലായിട്ട്. ശരിയാണ്. പക്ഷെ ടഫായ സബ്ജക്റ്റ് നമ്മൾ കൂടുതൽ നോക്കാറില്ല. അത് നോക്കാതെ പോകുമ്പോൾ ആ ഒരു ഏരിയയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും? സാധിക്കാറില്ല, പലപ്പോഴും സാധിക്കാറില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാഫ് നേഴ്സ് PSC പഠിക്കുന്ന ഒരാളാണെങ്കിൽ റിസർച്ച് ആയാലും എഡ്യൂക്കേഷൻ ആയാലും അത് അഡ്മിനിസ്ട്രേഷൻ ആയാലും ഇപ്പൊ എൻഡോക്രൈൻ ആയാലും റീനൽ ആയാലും ഏത് സിസ്റ്റം ആയാലും അതിനെല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ? ആണോ അല്ലയോ? എങ്കിൽ മാത്രമേ ആ ഒരു ഭാഗത്തുള്ള സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ ആ ഒരു ഏരിയയിൽ നമുക്ക് എപ്പോഴും സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? നമ്മൾ എല്ലാത്തിനും ഈക്വൽ കൊടുക്കണ്ടേ? റിസർച്ച് ആയാലും എഡ്യൂക്കേഷൻ ആയാലും അഡ്മിനിസ്ട്രേഷൻ ആയാലും റീനൽ ആയാലും എൻഡോക്രൈൻ ആയാലും എല്ലാ സബ്ജക്റ്റ് ആയാലും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്താണ്, അത് ഒറ്റ സ്റ്റെപ്പിൽ പഠിക്കാൻ പറ്റുമോ? ഇല്ല. പതുക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അല്ലേ? ഈ സബ്ജക്റ്റ് എല്ലാം റിസർച്ച് ആയാലും എഡ്യൂക്കേഷൻ ആയാലും ഏത് സബ്ജക്റ്റിനും പതുക്കെ, അല്ലാതെ ഒറ്റ സ്റ്റെപ്പിൽ സ്കോർ ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? അപ്പൊ സ്റ്റാർട്ടിങ്ങിലുള്ള ആൾക്കാർക്ക് വേണ്ടി പറയാൻ, ഒരു PSC പഠിക്കുമ്പോൾ ഫസ്റ്റ് എങ്ങനെ തുടങ്ങണം? ഫസ്റ്റ് എങ്ങനെ തുടങ്ങണം? പറഞ്ഞേ. ഫസ്റ്റ് ലക്ഷ്യം വേണ്ടേ? ഫസ്റ്റ് ഒരു ലക്ഷ്യം വേണ്ട, ഒരു ഇമ്പോർട്ടന്റ് ഗോൾ വേണ്ടേ? ഇപ്പൊ നിങ്ങളുടെ മുമ്പിലുള്ള ഈ ഒരു എക്സാം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച പോരെ? ഇപ്പൊ നിങ്ങൾക്ക് മുന്നിലുള്ള ഈ ഒരു എക്സാം മാത്രമേ ഉള്ളൂ എന്ന് ആദ്യം വിചാരിക്കും എല്ലാവരും വിചാരിക്കോ? ഇപ്പൊ എന്റെ മുന്നിലുള്ളത് ഈ ഒരു എക്സാം മാത്രമേ ഉള്ളൂ, ഈ ഒരു സ്റ്റാഫ് നേഴ്സ് DME എക്സാം മാത്രമേ ഉള്ളൂ എന്നൊരു ലക്ഷ്യം ആദ്യം മുന്നിലോട്ട് വയ്ക്കുക. ആ ഒരു ലക്ഷ്യം മാത്രം. ഇപ്പൊ എന്റെ മുന്നിൽ ഈ ഒരു സ്റ്റാഫ് നേഴ്സ് DME എക്സാം മാത്രമേ ഉള്ളൂ, ഇനി അടുത്ത എക്സാം ഇല്ല, എനിക്ക് എഴുതാൻ പറ്റത്തില്ല എന്ന് കരുതിക്കൊണ്ട് എല്ലാവരും എഴുതോടെ? ആ ഒരു കൃത്യമായ ബോധം ഉണ്ടായിരിക്കും. ആ ഒരു കൃത്യമായ ബോധം ഉണ്ടായിരിക്കുമോ? എല്ലാവർക്കും ഉണ്ടായിരിക്കും. കാരണം കഴിഞ്ഞ 6-7 വർഷത്തെ ഒരു ട്രെൻഡ് മാറി എന്ന് മനസ്സിലായല്ലോ. ഈ കഴിഞ്ഞ DHS എഴുതിയോ മനസ്സിലായി കാണും. ഒരു കഴിഞ്ഞ 6-7-8 വർഷത്തെ ഒരു ട്രെൻഡ് മാറി, അല്ലേടേ? ഇപ്പൊ ഇന്ന ഏരിയയിൽ നിന്ന് ഇന്ന ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കാവൂ എന്നൊരു മാറി. അത് മാത്രമല്ല, ഈ പറഞ്ഞ ഈ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചുകൊണ്ട് പോകുന്ന പല ആൾക്കാരുണ്ട്. ആ ഒരു ട്രെൻഡ് മാറിയല്ലോ. സ്റ്റാഫ് നേഴ്സ് PSCക്ക് എന്താണ് ഈ പറഞ്ഞ പ്രീവിയസ് ഇയർ ബുക്സ് ഒരു കണ്ടു കാണല്ലോ. ഈ പറഞ്ഞ ഒരുപാട് ബുക്സ് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഇപ്പൊ നിങ്ങൾ ഒരു ബുക്ക് സെന്ററിൽ പോയി കാണാൻ പറ്റും. എന്താണ് ഈ പറഞ്ഞ പ്രീവിയസ് ഇയർ ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഓരോ ഉണ്ടായിരിക്കും, അല്ലേ? കണ്ടുണ്ടായെങ്കിലും ആരെങ്കിലും കയ്യിലുണ്ടോ ഇത്ര വലിയ ബുക്ക്? അത് ഈ പറഞ്ഞ പ്രീവിയസ് ഇയർ ബുക്ക്, ഈ പ്രീവിയസ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാരെങ്കിലും ഈ പറഞ്ഞ ചോദ്യങ്ങളും ആൻസറും ഉണ്ടോ എല്ലാരെങ്കിലും? പറഞ്ഞേടെ, ഉണ്ടോടെ? ഇപ്പൊ പല ബുക്കുകൾ ഉണ്ടായിരിക്കും, അല്ലേ?
അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു എന്നൊരു ബോധ്യം ഇന്ന് മുതൽ ഉറപ്പിച്ചോ? അതിന്റെ എല്ലാം കാലം കഴിഞ്ഞു. ഈ പറഞ്ഞ പ്രീവിയസ് ടെക്സ്റ്റ് ബുക്കുകളുടെ കാലം കഴിഞ്ഞു എന്നൊരു ബോധ്യം ഇപ്പോ തന്നെ ഉറപ്പിച്ചോ? അത് ഈ കഴിഞ്ഞ എക്സാമിന് കണ്ടതല്ലേ എല്ലാവരും? അത് ഈ കഴിഞ്ഞ എക്സാമിന് എല്ലാവരും കണ്ടതല്ലേ? കണ്ടോടെ? ആ ആ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ DHS എക്സാമിന് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ നമ്മളെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരാൻ കാരണം എന്ത് മനസ്സിലായോ? ഇതിൽ പഴയ ആൾക്കാരുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമോടെ? ഇതിൽ എന്റെ പഴയ ആൾക്കാരെങ്കിൽ ഈ കഴിഞ്ഞ DHSനുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്ന കാര്യം. എന്തുകൊണ്ടാ? അത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് തന്നിട്ടുള്ള അവിടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതിനുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടായിരുന്നല്ലോ. ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ആണ്. അത് മാത്രം ഇതിനകത്ത് ഉണ്ടായിരുന്നു. അവർക്കറിയാം. മാത്രമല്ല, നിങ്ങൾ ഈ ഒരു ചുരുങ്ങിയ കാലയളവില്ലേ, ഇനി വരാൻ പോകുന്ന ഒരു ചുരുങ്ങിയ ഒരു കാലയളവിൽ GNM ഉള്ള ക്ലാസ് പഠിക്കണം, അത് BSCക്കുള്ള പഠിക്കണം, അത് MSCക്കുള്ളതും പഠിക്കണ്ടേ. ഈ വരാൻ പോകുന്ന എക്സാം ചോദിക്കും. ഈ വരാൻ പോകുന്ന എക്സാമിന് ഈ പറഞ്ഞ GNM ക്വസ്റ്റ്യൻ ചോദിക്കും, അത് BSCയിലെ ക്വസ്റ്റ്യൻ ചോദിക്കും, അത് MSc ലെവലുള്ള ക്വസ്റ്റ്യങ്ങളും ചോദിക്കും. അല്ലാതെ ഒരു സംഭവം മാത്രം വച്ച് പഠിച്ചാ പോരാ. യെസ്, ഇതിന് ക്ലിയർ ആയോടെ? ഇതിന് പറഞ്ഞ കാര്യം. അപ്പൊ ഒരു സ്റ്റാഫ് നേഴ്സ് PSCക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം എന്ത് വേണം? ഒരു 20% ആദ്യം എന്ത് ചെയ്യും? നിങ്ങൾ സ്വന്തമായിട്ടൊരു വിശ്വാസമാണ്, എനിക്ക് പഠിക്കാൻ പറ്റും. ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ഒരു 20% എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. വെറും 20%, 20% മാത്രം. അത് ബാക്കി 80% നിങ്ങൾ എന്നിൽ വിട്ടേക്കും. ബാക്കി 80% അത് എൻ്റെ വിട്ടേക്കും. ഓക്കെ, ബാക്കി 80% ഞാൻ നോക്കിക്കോളാം. ബാക്കി 20% പഠിക്കുമല്ലോ. പഠിക്കൂടെ? പഠിക്കും. ബാക്കി 20% നിങ്ങൾ നോക്കണം. ബാക്കി 80% ബാക്കി എന്റെ എഫോർട്ടാണ്. ബാക്കി 80% എന്റെ എഫോർട്ടാണ്. മാത്രമല്ല ഈ ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ പലരും നിങ്ങളുടെ ചോദിക്കും, അല്ലേടെ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ എന്നെ പലരും ചോദിക്കാറുണ്ട്, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ? ഉണ്ടോ? ആരും കണ്ടിട്ടുണ്ടോ? ഇപ്പം പലരും അടുത്ത് ചോദിക്കും, സിസ്റ്റർ എന്നെ കൊണ്ട് ഈ വരാൻ പോകുന്ന എക്സാമിന് പഠിക്കാൻ പറ്റുമോ? ഞാൻ ആദ്യമായിട്ട് തയ്യാറെടുക്കാൻ പോകുന്ന ഒരാളാണ്. ആരും ചോദിച്ചിട്ടുണ്ടോ അവിടെ? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇപ്പൊ തുടങ്ങും ക്ലാസ് ഇപ്പൊ തുടങ്ങും. 5 മിനിറ്റ് കൂടെ. ഉണ്ടോ? അടുത്ത് നിങ്ങളുടെ ആടത്തേക്കും ചോദിച്ചിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങളുടെ ആടത്തെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ ആദ്യമായിട്ട് എഴുതാൻ പോവുകയാണ്, ഈ എക്സാം എന്നെ കൊണ്ട് പാസ്സാകാൻ പറ്റുമോ എന്ന് ആരെടുത്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? യെസ് ഓർ നോ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഞാൻ ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്, എനിക്കേ കിട്ടിയില്ല, പിന്നെയാണോ നിനക്കെന്ന് ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ ഈ 2-3 വർഷം കൊണ്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പോലും കിട്ടിയിട്ടില്ല. അത് പറയുമ്പോ തന്നെ അയാൾ അങ്ങ് തകർന്നു പോലെടേ, അല്ലേടേ? ഇങ്ങനെ അഭിപ്രായം പറയുമ്പോ തന്നെ ആ ഒരു മറുപടി കിട്ടുകയാണെങ്കിൽ പിന്നെ അയാൾ പഠിക്കത്തില്ല. അങ്ങനെ പറയില്ല. നിങ്ങളാരും പറയില്ല. പക്ഷെ പലരും പറയാറുണ്ട്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ നിങ്ങൾക്ക് തന്നൊരു സിലബസ് ഇല്ലേ? ഞാൻ നിങ്ങൾക്ക് ഒരു സിലബസ് തന്നിട്ടില്ലേ? ആ ഒരു സിലബസ് ഒരു 5-6 പ്രാവശ്യം ഇത് വായിച്ചു നോക്കോ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാം ഒരു സിലബസ് ഇല്ലേ? ആ ഒരു സിലബസ് അത് 5-6 പ്രാവശ്യം ഇരുന്ന് വായിച്ചു നോക്കും. എല്ലാവരും വായിച്ചു നോക്കൂ. ആദ്യം സിലബസിന് അറിയണം. ആദ്യം വായിച്ചു നോക്കണം, ഇരുന്ന് പഠിക്കണം. അതിനെ പഠിക്കണം ആദ്യം. സിലബസ് അപ്പൊ ചോദിക്കും, സാർ ഈ സിലബസിലുള്ള മാത്രം നോക്കിയാൽ മതിയോ? അത് മതിയോടെ? അപ്പൊ പറയും, സിലബസിലുള്ള മാത്രം നോക്കിയാൽ മതിയോ? ഇല്ല.
അല്ല, അത് മാത്രം നോക്കിയാൽ മതിയോ? അല്ല, സിലബസ് മാത്രം നോക്കിയാൽ മാത്രല്ല, അതിനാണ് എന്താ ബാക്കി എഫോർട്ട് എന്റെയും കൂടെ ഉള്ളത്. സോ ആദ്യമായിട്ട് ചോദ്യം വരും. ഇപ്പൊ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ എക്സാംസ് എല്ലാം കണ്ടപ്പോ ആ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ടഫായിട്ട് തോന്നിയത്, അതിന്റെ ഓപ്ഷൻ ആയിരുന്നു ടഫായിട്ട് തോന്നിയത്? ഈ കഴിഞ്ഞ എക്സാംസിനെല്ലാം അതിന്റെ ക്വസ്റ്റ്യൻ ആണോ ടഫായിട്ട് തോന്നിയത്, അതിന്റെ ഓപ്ഷൻ ആണോ ടഫായിട്ട് തോന്നിയത്? എല്ലാവർക്കും ഓപ്ഷൻ അല്ലേ? ഓപ്ഷൻ അല്ലേ? ഓപ്ഷൻ അല്ലേ? അത് 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 കണ്ടിന്യൂസ് ആയിട്ട് ഇറ്റ് ഈസ് എ എന്നും ബി എന്നും സി എന്നും ഡി എന്നും ആൻഡ് ബി എന്നും സി എന്ന് ഡി എന്നും ആൻഡ് സി ഡി എ ബി എന്ന് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരുമിച്ച് അതിന്റെ ഓപ്ഷൻസ് ആയിട്ട്? ആ, കണ്ടിട്ടുണ്ടല്ലേ? അതൊക്കെ ട്രാപ്പ് അല്ലേ? അതൊക്കെ ഒരു കൺഫ്യൂഷൻ ആക്കുന്ന ട്രാപ്പ് അല്ലേ? അല്ലേടെ? പക്ഷെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ വായിക്കുക എളുപ്പമായിരിക്കും, ക്വസ്റ്റ്യൻ വായിക്കുക എളുപ്പമായിരിക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കംപ്ലീറ്റ് ഓപ്ഷൻസ് നോക്കുമ്പോൾ ടഫായിട്ട് തോന്നുന്നത്, ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ വായിക്കുക എളുപ്പമുണ്ട്, പക്ഷെ അതിന്റെ ഓപ്ഷനിലോട്ട് വരുമ്പോൾ വളരെ ടഫായിട്ട്, അത് എ എന്നും ബി എന്നും സി എന്നും ആൻഡ് ഡി എന്നും ആൻഡ് ബി സി ഡി എന്നും ആൻഡ് സി ഡി എ എന്ന് കണ്ടിട്ടുണ്ടോ എല്ലാവരും? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അത് ഫസ്റ്റ് ട്രാപ്പ് അല്ലേ? അത് ഫസ്റ്റ് ട്രാപ്പാണ്. ഫസ്റ്റ് ട്രാപ്പ് അതാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ഫസ്റ്റ് ട്രാപ്പ് അതാണ്. ഇനി വേറൊരു ട്രാപ്പ് ഉണ്ട്. ഈ പറഞ്ഞ ആൻസർ നോക്കുമ്പോഴേ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയത് ഇറ്റ് ഇസ് എ ആയിരിക്കും. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയത് ഇറ്റ്സ് എ ആയിരിക്കും. ആൻഡ് സെക്കൻഡ് വായിക്കുമ്പോഴും അതും എ ആയിരിക്കും. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും അതും എ ആയിരിക്കും. ആൻഡ് ഫോർത്ത് നോക്കുമ്പോഴും അതും എ ആയിരിക്കും. പക്ഷെ അത്രയും അത് കറപ്പിക്കും അവിടെ. അത് അങ്ങനെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അങ്ങനെ തുടരെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4 or 5 ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഓപ്ഷൻ എ കിട്ടിയെന്ന് കറപ്പിക്കും. സാധാരണ കറപ്പിക്കും ഇവിടെ. അപ്പൊ ആലോചിക്കും ഇങ്ങനെയൊക്കെ വരുമോ എന്നല്ലേ? അപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ തുടരെയൊക്കെ പി എസ് സി ഒരേ ആൻസർ കൊടുക്കോ? ഇങ്ങനെ തുടരെയൊക്കെ പി എസ് സി ഒരേ ആൻസർ കൊടുക്കുമോ എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ഉത്തരം വരുമോ? ഇങ്ങനെ പി എസ് സി തെറ്റി പറ്റുമോ? ഈ പറഞ്ഞ എ തന്നെ ഒരു 4 or 5 പ്രാവശ്യം ഒരുമിച്ച് വരുമോ? അങ്ങനെ നിങ്ങളുടെ ഈ പറഞ്ഞ എന്താ മനസ്സ് ഓട്ടോമാറ്റിക് അവിടെ തെറ്റായ ആൻസറിൽ പോകൂലേ? അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന ശരി ഉത്തരം പോലും അവിടെ നിങ്ങൾ തെറ്റായിട്ട് കറുപ്പിക്കും. അറിയാവുന്ന ശരിയായ ഉത്തരം പോലും നിങ്ങൾ അവിടെ തെറ്റായി കറുപ്പിച്ചിട്ടുള്ള ആൾക്കാരുണ്ടോ ഈ കൂട്ടത്തിൽ? ഉണ്ടോ? ചിലപ്പോ എന്താ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഇറ്റ് ഇസ് എ തന്നെ ഫസ്റ്റ് 3 ശരിയായിരിക്കും. കണ്ടിട്ടുണ്ടോ എല്ലാവരും? അത് കണ്ടു നിങ്ങൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അറിയാം. ഫസ്റ്റ് ഒരു 1, 2, 3 ആൻസർ ഫസ്റ്റ് എ തന്നെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ആലോചിക്കും, അയ്യോ അങ്ങനെ വരത്തില്ല, പി എസ് സിക്ക് തെറ്റ് പറ്റിയതായിരിക്കും എന്ന്. എന്താണ് നിങ്ങൾ അവിടെ തിരുത്താറുണ്ട്? അതെന്തുകൊണ്ടാ? എന്തുകൊണ്ടായിരിക്കും? അത് എന്തുകൊണ്ടായിരിക്കും? ഒരു ഉറച്ച തീരുമാനമില്ലാത്തതുകൊണ്ടല്ലേ? അത് എന്തുകൊണ്ടായിരിക്കും? ഒരു ഉറച്ച തീരുമാനം ഇല്ലാത്തത് കൊണ്ടല്ലേ? അല്ലേ? അപ്പൊ ഇനി ആ ഒരു ട്രാപ്പിൽ വീഴോ? ഇനി ആ ഒരു ട്രാപ്പിൽ വീഴരുത്. അതുകൊണ്ട് തന്നെ വളരെ ഡീപ്പായിട്ട് തന്നെ പഠിച്ചു പോകണം, അല്ലേ? ആ ഇപ്പൊ ഒരിക്കലും നിങ്ങൾ വാശി പിടിക്കരുത്. ഈ പറഞ്ഞ സിലബസിലുള്ളത് തന്നെ ചോദിക്കാവൂ എന്നൊരു വാശി പിടിക്കരുത്. ആ സിലബസിലുള്ളതും ചോദിക്കാം, അതിൽ എക്സ്ട്രാ ചോദിച്ചൂടെ? അല്ലേടെ? എപ്പോഴും വാശി പിടിക്കരുത്. ഈ പറഞ്ഞ സിലബസിലുള്ളത് മാത്രമേ ചോദിക്കാവൂ, ഈ പറഞ്ഞ പി എസ് സിക്ക് ചോദിക്കാം, അതിൽ കൂടുതലൊന്നും ചോദിക്കാൻ പാടില്ല എന്നൊരു വാശി പാടില്ല. അതിലധികവും പി എസ് ചോദിക്കുന്ന ഉണ്ട്, അല്ലേ? ഉണ്ട്. അപ്പം സെക്കൻഡ് കാര്യം മനസ്സിലായല്ലോ. സെക്കൻഡ് പോയിന്റ് മനസ്സിലായല്ലോ കുഞ്ഞുങ്ങളെ? മനസ്സിലായി. ഇനി അടുത്ത കാര്യം, തേർഡ് പോയിന്റ് ആണ് ഏറ്റവും ബേസിക് തൊട്ട് പഠിക്കണം. ഏറ്റവും ബേസിക് തൊട്ട് പഠിക്കണം. ഏതൊക്കെ ബേസിക് എന്ന് പറയാം? ഏതൊക്കെയാ? പറഞ്ഞേ കമന്റ് ചെയ്ത് പറഞ്ഞേ.
ഏതൊക്കെയാണ് ദ ബേസിക് എന്ന് പറയുന്നത്? ഏതൊക്കെയാ ദ ബേസിക് എന്ന് പറയാ? ഏതൊക്കെയാ? ദ സെല്ലുണ്ട്, ദ ടിഷ്യൂ ഉണ്ട്, ആൻഡ് എപ്പിത്തീലിയം ഉണ്ട്, ആൻഡ് ദ ബ്ലഡ് ഉണ്ട്, ആൻഡ് ദ DNA, RNA, ഇങ്ങനെ സംഭവം ഉണ്ടോടെ? 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 അതൊക്കെ പഠിക്കണ്ടേ? അപ്പൊ ഏറ്റവും ദ ബേസിക് നഴ്സിംഗ് പഠിക്കണം. അതുപോലെ ഏറ്റവും ബേസിക് നഴ്സിംഗ് കാര്യങ്ങളും പഠിക്കണം. ഓക്കെ ഓക്കെ. ആ, ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയോ എല്ലാവർക്കും? ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയോ? ഇതിൽ എത്ര പേരുണ്ട്? ഇതിൽ എത്ര പേരുണ്ട് ഈ പറഞ്ഞ എക്സാം ഒരു സ്റ്റാഫിന് സർക്കാർ ജോലി എനിക്ക് കിട്ടി എന്ന് സ്വപ്നം കണ്ട ആൾക്കാരുണ്ട് ഇതിനകത്ത്? അല്ലെങ്കിൽ ഇത് കിട്ടണം എന്ന് സ്വപ്നം കണ്ട ആൾക്കാരുണ്ടോ ഇതിനകത്ത്? എനിക്കൊരു സ്റ്റാഫ് നേഴ്സ് സർക്കാർ ജോലി കിട്ടണം എന്ന് സ്വപ്നം കണ്ട ആൾക്കാർ ഉണ്ടോ? ഉണ്ടോടെ? എല്ലാരും പറയും ഉണ്ടോടെ? ഉണ്ടോടെ? സ്വപ്നം കാണുകയും വേണം. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനായിട്ട് പ്രയത്നിക്കണ്ടേ? നന്നായി പ്രയത്നിക്കണ്ടേ? വർക്ക് ചെയ്യണ്ടേ? നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടേ? അപ്പൊ സ്വപ്നം കാണണം. സ്വപ്നം കണ്ടേ മതി. സ്വപ്നവും കാണണം, നന്നായിട്ട് പ്രയത്നിക്കുക, വർക്ക് ചെയ്യുകയും വേണം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റത്തില്ലേ? നിങ്ങൾക്ക് അതിനുവേണ്ടി പഠിക്കാൻ പറ്റത്തില്ലേ? പഠിക്കാൻ പറ്റത്തില്ലേ? പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് പകരം നിങ്ങളുടെ ഹസ്ബൻഡ് വന്ന് പഠിക്കാൻ പറ്റോ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെയും വന്ന് പഠിക്കാൻ പറ്റോ? പറ്റില്ല. അപ്പൊ ഇപ്പൊ സ്വപ്നം കാണുന്ന നിങ്ങളാണെങ്കിൽ നിങ്ങൾ തന്നെ വർക്ക് ചെയ്യണ്ടേ? സ്വപ്നം കാണുന്ന നിങ്ങളാണെങ്കിൽ ആ സ്വപ്നത്തിനോട് നിങ്ങൾ തന്നെ പ്രയത്നിക്കേണ്ടേ? വേണം. എനിക്കൊരു PSC കിട്ടണം എന്ന് പറഞ്ഞ് തുടങ്ങിക്കോ. എനിക്ക് ഈ ഒരു PSC കിട്ടണം എന്ന് വേണ്ടി പറഞ്ഞുകൊണ്ടതാ ഇവിടെ വച്ച് തുടങ്ങിക്കോളൂ എല്ലാരും. ഇനി പഠിക്കോ? ഇനി പഠിക്കോ എല്ലാരും? ഇനി പഠിക്കോ? ഇനി പഠിക്കോ? പഠിക്കുമല്ലോ. യെസ്, സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങൾ ഉപകാരപ്പെട്ടോ? ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങൾ ഉപകാരപ്പെട്ടോ? ഇതുവരെ പറഞ്ഞു തന്ന അരമണിക്കൂർ കൊണ്ട് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഉപകാരപ്പെട്ടോ? ഒരു ചെറിയൊരു മോട്ടിവേഷൻ കിട്ടിയോ? ഒരു ചെറിയൊരു പഠിക്കണം എന്തോ കിട്ടിയോടെ? സോ സ്റ്റാർട്ട് ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ് പറഞ്ഞു തന്നത്. ഒരിക്കലും മറക്കുക. ഒരു എക്സാം കഴിയുന്നവരെയും മറക്കരുത്. സോ നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ് ഏതോ നിർത്തിയ? ഇപ്പൊ കഴിഞ്ഞ ക്ലാസ് ഏതോ നിർത്തിയ? തൈറോയ്ഡ് അല്ലേ? എൻഡോക്രൈൻ സിസ്റ്റം അല്ലേ? തൈറോയ്ഡ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. ഫ്രഷ് ആയിട്ട് നോക്കാം. തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ത് ഷേപ്പാ? തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ത് ഷേപ്പാ? ബട്ടർഫ്ലൈ ഷേപ്പ്. ആൻഡ് ലൊക്കേഷൻ എവിടെയാ? തൈറോയ്ഡ് ഗ്ലാൻഡ് ലൊക്കേഷൻ എവിടെയാ? തൈറോയ്ഡ് ഗ്ലാൻഡ് ലൊക്കേഷൻ എവിടെയാ? ചോദിക്കും. ലൊക്കേഷൻ എവിടെയാ? ലാരിങ്സിന്റെ താഴെയാണോ? ലാരിങ്സിന്റെ തൊട്ട് താഴെ അല്ലേ? ലാരിങ്സിന്റെ തൊട്ട് താഴെയായി ബട്ടർഫ്ലൈ ഷേപ്പിലല്ലേ? ലാരിങ്സിന്റെ തൊട്ട് താഴെയായിട്ട് ഈ പറഞ്ഞ ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ആണ് തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ആൾമോസ്റ്റ് എത്ര വെയിറ്റ് ഉണ്ടായിരിക്കും ഈ ഒരു തൈറോയ്ഡ് ഗ്ലാൻഡിന്? എത്ര വെയിറ്റ് ഉണ്ടായിരിക്കും? 60 ഗ്രാം. ലാരിങ്സിന്റെ തൊട്ട് താഴെയും ആൻഡ് ഏതർ സൈഡോ ട്രക്കിയല്ലേ? ലാരിങ്സിന്റെ തൊട്ട് താഴെയും ആൻഡ് ഏതർ സൈഡോ ട്രക്കിയല്ലേ? ആണല്ലേ? പറഞ്ഞ എന്താ ട്രക്കി ഇടയിലായിട്ട് കാണപ്പെടുന്നത് അല്ലേ? എത്ര ലോബുണ്ട്? 2 ലോബ്. 2 ലോബിന് ആരാ കണക്ട് ചെയ്യുന്നത്? ആ 2 ലോബിനും ആരാ കണക്ട്? ഇസ്തുമസ് അല്ലേ? 2 ലോബിന് തമ്മിൽ ആരാ കണക്ട്? ഇസ്തുമസ് ആണ് 2 ലോബിനും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അറിയേണ്ട കാര്യം എന്താണ്? പ്രധാനമായിട്ടും ബട്ടർഫ്ലൈ പോലുള്ള ആ 2 ചിറകിനോട് ചേർന്നുള്ള പോർഷൻ ഏതാ? ബട്ടർഫ്ലൈ പോലെ വരുന്ന ആ 2 ചിറകിന് സെന്ററുള്ള പോർഷൻ ഏതാ? ഏത് പോർഷനാ സെന്ററുള്ള? ഇസ്തുമസ് മറക്കരുത്. ഇസ്തുമസ് ആണ്. ഇനി ഇവിടെ സപ്ലൈ ചെയ്യുന്ന ആർട്ടറി ഏതാ? ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന ആരാ? ഈ പറഞ്ഞ ബ്ലഡ് സപ്ലൈ ആരാ? സുപ്പീരിയർ തൈറോ ആർട്ടറി അല്ലേ?
സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി. സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി ആണ് ഇവിടെ ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. അത് ഏതിന്റെ ബ്രാഞ്ച് എന്നാ പറഞ്ഞു തന്നത്? അത് ഏതിന്റെ ബ്രാഞ്ച് ആണ്? ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് എക്സ്റ്റേണൽ കാരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ച് അല്ലേ? ദ എക്സ്റ്റേണൽ കാരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ച് ആണ് സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി എന്ന് പറയുന്നത്. ദ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ച് ആണ് ആരെന്ന് പറയുന്നത്? സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി എന്ന് പറയുന്നത്. ആ തൈറോയ്ഡ് ആർട്ടറിയാണ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. ഇതൊരു ക്ലിയർ ആയ? ഇതൊരു ക്ലിയർ ആയ? ഇതൊരു ക്ലിയർ ആയ? ഇനി ഈച്ച് ലോബ് എത്ര വെയിറ്റ് ഉണ്ട്? ഇനി ഈച്ച് ലോബ് എത്ര വെയിറ്റ് ഉണ്ട്? ഈച്ച് ലോബ് എത്ര വെയിറ്റ് ഉണ്ട്? 30 ഗ്രാം വെച്ചല്ലേ? 30 ഗ്രാം വെച്ചല്ലേ? 30. ടോട്ടലാണ് 60. ടോട്ടലാണ് 60. നമ്മുടെ ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആരാ? ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആരാണ്? ഏറ്റവും വലിയ തൈറോയ്ഡ് അല്ലേ? തൈറോയ്ഡ്. ഇനി ഏറ്റവും ലാർജസ്റ്റ് ഗ്ലാൻഡ് ആരാ? ഏറ്റവും ലാർജസ്റ്റ് ഗ്ലാൻഡ് ആരാ? അത് ലിവർ ആണ്. ഏറ്റവും ലാർജസ്റ്റ് ഗ്ലാൻഡ് ആരാ? അത് തെറ്റിക്ക ലിവറാണ്. ഇനി ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? എനിയോ ആർക്ക് പറയാം? പറഞ്ഞേ എല്ലാരും പറഞ്ഞേ. തൈറോയ്ഡ് ഫോളിക്കിൾസ് ആണോ? ഇറ്റ് കമ്പോസ്ഡ് ഓഫ് എന്താണ്? ഇറ്റ് കമ്പോസ്ഡ് ഓഫ് എന്താണ്? ദ ലാർജ് നമ്പർ ഓഫ് തൈറോയ്ഡ് ഫോളിക്കിൾസ് ഉണ്ടല്ലേ? ആ തൈറോയ്ഡ് ഫോളിക്കിൾസ് എന്ന് പറയുമ്പോൾ അത് ഓപ്പൺ ഫോളിക്കിൾസ് ആണോ അതോ ക്ലോസ്ഡ് ഫോളിക്കിൾസ് ആണോ? തൈറോയ്ഡ് ഫോളിക്കിൾസ് എന്ന് പറയുമ്പോൾ അത് ഓപ്പൺ ആയിരിക്കും ഇവിടെ. തൈറോയ്ഡ് ഫോളിക്കിൾസ് എന്ന് പറയുമ്പോൾ അത് ഓപ്പൺ ആയിരിക്കും? അല്ല, അത് ക്ലോസ്ഡ് ആയിരിക്കും അല്ലേ? അല്ലേടേ അത് ഓപ്പൺ അല്ലല്ലോ അവിടെ. അത് ക്ലോസ്ഡ് ആയിട്ടല്ലേ തൈറോയ്ഡ് ഗ്ലാൻഡ് അകത്തോട്ട്. അങ്ങനെയാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഒരു ചോദ്യം ചോദിക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൽ കാണപ്പെടുന്ന എപ്പിത്തീലിയം ഏത് എപ്പിത്തീലിയ? തൈറോയ്ഡ് ഫോളിക്യൂൾസ് ആർ ലൈൻഡ് ബൈ, അത് ഏത് എപ്പിത്തീലിയം ചോദിക്കാറുണ്ട്. ഏത് എപ്പിത്തീലിയം? തൈറോയ്ഡ് ഫോളിക്യൂൾസ് ആർ ലൈൻഡ് ബൈ, അത് ഏത് എപ്പിത്തീലിയ? ദ ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്യുക. ചോദിക്കും. ഇത് മാർക്ക് ചെയ്യേണ്ടത് ഒരു ബുക്കിലൊന്നുമല്ല, നിങ്ങൾ ഒന്നും എഴുതണ്ട. ഇത് മാർക്ക് ചെയ്യേണ്ട ഒരു ബുക്കിലും മാർക്ക് ചെയ്യരുത്. നിങ്ങൾ ബ്രെയിനിൽ അല്ലേ, അതിനകത്തേക്ക് ഈ പറഞ്ഞ എക്സാം ഹാളിൽ പോകുമ്പോ ഈ പറഞ്ഞ ഒരു ബുക്കും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. എക്സാം ഹാളിലോട്ട് പോകുമ്പോ ഈ പറഞ്ഞ ഒരു ബുക്കും കയ്യിൽ കൊണ്ടുപോകാൻ പറ്റൂല. അപ്പൊ എവിടെ മാർക്ക് ചെയ്യും? നിങ്ങളുടെ ബ്രെയിനിലോട്ടങ്ങ് മാർക്ക് ചെയ്തോ? മാർക്ക് ചെയ്തോടെ? എല്ലാവരും മാർക്ക് ചെയ്തല്ലോ. അപ്പൊ തൈറോയ്ഡ് ഫോളിക്കിൾസ് ഏത് എപ്പിത്തീലിയ? അത് ക്യൂബോയിഡൽ എപ്പിത്തീലിയമാണ്. തൈറോയ്ഡ് ഫോളിക്കിൾസ് ഏത് എപ്പിത്തീലിയം? അത് ക്യൂബോയിഡൽ എപ്പിത്തീലിയമാണ്. അത് ക്ലോസ്ഡ് ആണ്. ഇതൊരു ക്ലിയർ ആയല്ലോ? ഇനി ഈ പറഞ്ഞ ഫോളിക്കുലർ ക്യാവിറ്റി ഇല്ലേ, അതിനകത്ത് എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ടോ? ഈ പറഞ്ഞ തൈറോയ്ഡ് ഫോളിക്കുലർ ക്യാവിറ്റി ഇല്ലേ, അതിനകത്ത് എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ടോ? എന്ത് സബ്സ്റ്റൻസ്? എന്തുണ്ട്? ഈ തൈറോയ്ഡ് ഫോളിക്കുലർ ക്യാവിറ്റി ഇല്ലേ, എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ടോ കുഞ്ഞുങ്ങളെ? തൈറോയ്ഡ് ഫോളിക്കുലർ ക്യാവിറ്റിക്കകത്ത് എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ടോ? ഒരു കൊളോയിഡൽ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരെന്താ? അവിടെയുള്ളൊരു കൊളോയിഡൽ സബ്സ്റ്റൻസ് ഉണ്ട്. പേരെന്താടേ? തൈറോഗ്ലോബുലിൻ എന്ന് കേട്ടിട്ടുണ്ടോ? എല്ലാവരും തൈറോഗ്ലോബുലിൻ എന്ന് കേട്ടിട്ടുണ്ടോ? മറക്കരുത്. തൈറോയ്ഡ് ഫോളിക്കുലർ ക്യാവിറ്റിക്ക് അകത്ത് കാണപ്പെടുന്ന കൊളോയിഡൽ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരെന്താ? തൈറോഗ്ലോബുലിൻ. തൈറോഗ്ലോബുലിൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഇതൊരു ക്ലിയർ ആയല്ലോടെ? അപ്പൊ ആരാണ് ഈ പറഞ്ഞ തൈറോഗ്ലോബുലിനെ സെക്രീറ്റ് ചെയ്യുന്നത്? അപ്പോ തൈറോഗ്ലോബുലിനെ ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? അത് ഏത് എപ്പിത്തീലിയം ആയിരിക്കും? അപ്പോ
ഏത് എപ്പിത്തീലിയമായിരിക്കും? ദ ക്യൂബോയിഡൽ എപ്പിത്തീലിയമാണ് അപ്പോൾ ദ തൈറോഗ്ലോബുലിൻ സെക്രീറ്റ് ചെയ്തത്. മറക്കോ ദ തൈറോഗ്ലോബുലിൻ അപ്പൊ ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? ദ ക്യൂബോയിഡൽ എപ്പിത്തീലിയമാണ്. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഇസ് എ ക്ലിയർ? ക്ലിയർ ആയിട്ട് ഇതൊരു ക്ലിയർ. ഓരോ പോയിന്റ് പറയണം, ഓരോ പോയിന്റ് ആയിട്ട് പറഞ്ഞു. മറക്കോ ഇല്ലല്ലോ. ഇനി എന്താണ് തൈറോഗ്ലോബുലിൻ? എന്താ തൈറോഗ്ലോബുലിൻ? എന്താ തൈറോഗ്ലോബുലിൻ എന്ന് പറഞ്ഞ എന്തായിരിക്കും ഇവിടെ? ആർക്ക് പറയാം? അതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? എല്ലാവരും ദ തൈറോക്സിൻ കേട്ടിട്ടുണ്ടോ? ദ തൈറോക്സിൻ എന്ന് കേട്ടിട്ടുണ്ടോ? തൈറോക്സിൻ കേട്ടിട്ടുണ്ടോ? ഈ തൈറോഗ്ലോബുലിൻ ഉണ്ടാക്കിയിരിക്കുന്നത് 140 പറഞ്ഞ മോളിക്യൂൾസ് ഓഫ് അമിനോ ആസിഡും ആൻഡ് ദ തൈറോക്സിനും കൂടെ ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മറക്കോ അമിനോ ആസിഡ് ഉണ്ടല്ലേ? ഈ പറഞ്ഞ അമിനോ ആസിഡും ആൻഡ് തൈറോക്സിനും ചേർത്താണ് എന്താണ് ദ തൈറോഗ്ലോബുലിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഫോളിക്യൂൾസ് എന്ത് സെക്രീറ്റ് ചെയ്യും? ഈ ഫോളിക്കുലർ സെൽസ് എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്? എന്ത് സെക്രീറ്റ് ചെയ്യും? ആർക്ക് പറയാം? മിക്കവാറും ചോദിക്കും. ഈ ഫോളിക്യൂൾസ് എന്ത് സെക്രീറ്റ് ചെയ്യും? പറയട്ടെ എന്ത് സെക്രീറ്റ്? എല്ലാരും പറയണം, ചോദിക്കും. ദ T3 T4 ആണോ? ദ T3 T4 ആണോ? എന്ത് ഹോർമോൺസ്? ദ T3 T4 ആണോ? ദ T3 T4 ആണോ? മിക്കവാറും ചോദിക്കും. ഇത് കേരള പി.എസ്.സി പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈറോക്സിൻ എവിടെ നിന്ന് സെക്രീറ്റ് ചെയ്യും എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. തൈറോക്സിൻ അത് എവിടെ നിന്ന് സെക്രീറ്റ് ചെയ്യുന്നത്? അത് കേരള പി.എസ്.സി ഏതോ എസ്റ്റാബ്ലിഷ് MSc എൻട്രൻസ് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. തൈറോക്സിൻ എവിടെ നിന്ന് സെക്രീറ്റ് ചെയ്യുന്നത്? തൈറോക്സിൻ അത് എവിടെ നിന്നാ സെക്രീറ്റ് ചെയ്യുന്നത്? എവിടെ നിന്നാടെ? ഫോളിക്കുലർ സെൽസ് ആണോ? ഫോളിക്കുലർ ഇതിൽ ക്ലിയർ ആയാലോടെ? അപ്പൊ തൈറോക്സിൻ ആരാ? അത് ഫോളിക്കുലർ സെൽസിൽ. തൈറോക്സിൻ ആണെങ്കിൽ ഫോളിക്കുലർ സെല്ലാണ്. ഇനി വേറൊരു ടൈപ്പ് സെല്ലുണ്ട്, ദ പാരാഫോളിക്കുലർ സെൽസ്. കേട്ടിട്ടുണ്ടെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും പാരാഫോളിക്കുലർ സെൽസ് എന്ന് കേട്ടിട്ടുണ്ടോ? പാരാഫോളിക്കുലർ സെൽസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? എല്ലാരും ഫോളിക്കുലർ സെൽസ് പറഞ്ഞു. തൈറോക്സിൻ ആണെങ്കിൽ ഫോളിക്കുലർ സെൽ സെക്രീറ്റ് ചെയ്യും. ഇനി പാരാഫോളിക്കുലർ സെല്ലിന് മറ്റൊരു പേരുണ്ട്. ആർക്ക് പറയാം? ദ സി സെൽ. കേട്ടോ? ദ സി സെൽ എന്നും പറയും. ഈ സി സെല്ലാണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം. കാൽസിട്ടോൺ ആണോ? കാൽസിട്ടോണിൻ അല്ലേ? മറക്കരുത്. ഈ പറഞ്ഞ ദ സി സെൽസ് അല്ലെങ്കിൽ പാരാഫോളിക്കുലർ സെൽസ് ആണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? എന്താ? കാൽസിട്ടോണിൻ ആണോ? തെറ്റിക്കരുത്. ദ സി സെൽസ് എന്ത് സെക്രീറ്റ് ചെയ്യും? ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ സി സെൽസ് ആയ കാൽസിട്ടോൺ എന്ത് സെക്രീറ്റ് ചെയ്യും? കാൽസിറ്റോണിൻ. ദ പാരാഫോളിക്കുലറിന്റെ മറ്റൊരു പേരെന്താ? ദ സി സെൽ അല്ലേ? പാരാഫോളിക്കുലറിന്റെ മറ്റൊരു പേര് സി സെൽ. ഈ സി സെല്ലാണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? ചോദിക്കൂടെ? കാൽസിറ്റോൺ ആണോ? മറക്കരുത്. ചോദിച്ചെഴുതുമല്ലോ. അപ്പൊ പാരാഫോളിക്കുലർ ആണെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേര് ദ സി സെൽ എന്നും,
അത് കാൽസിറ്റോൺ സെക്രീറ്റ് ചെയ്യും. ഇനി തൈറോക്സിൻ ആരാന്ന് പറഞ്ഞെന്ന്, ഇനി തൈറോക്സിൻ ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? തൈറോക്സിൻ ആരാ? പറയടേ, തൈറോക്സിൻ ആരാ? ഫോളിക്കുലാർ, ഫോളിക്കുലാർ, ഫോളിക്കുലാർ. ആൻഡ് T3 T4 ആണെങ്കിലോ? T3 T4 ആണെങ്കിലും ഫോളിക്കുലാർ, ഫോളിക്കുലാർ, ഫോളിക്കുലാർ. വ്യത്യാസം മനസ്സിലായോ? വ്യത്യാസം എല്ലാവർക്കും പാരാഫോളിക്കുലാറും ഫോളിക്കുലാറും തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? ഇത് ക്ലിയർ കട്ടായിട്ട് മനസ്സിലായല്ലോ. യെസ്. ഇതിന് മുമ്പ് ആരെയും പഠിച്ചിട്ടുണ്ടോ? ഇത് മുമ്പ് ആരെയും പഠിച്ചിട്ടുണ്ടോ ഈ കാര്യം? ഇല്ല, ഇല്ല. ഇത് മിക്കവാറും പഠിച്ചിട്ടില്ല. എന്റെ കഴിഞ്ഞ കുട്ടികൾക്ക് അറിയായിരിക്കും, പക്ഷെ ഇത് ഏറ്റവും ഫ്രഷ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് അറിഞ്ഞുകൂടായിരിക്കും. ശരിയല്ലേ? എന്റെ കഴിഞ്ഞ DHS ആൾക്കാർക്ക് അറിയായിരിക്കും, പക്ഷെ ഇപ്പോഴുള്ള പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ലായിരിക്കും. മറക്കരുത്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞു തന്ന? ഇതിന്റെ ബട്ടർഫ്ലൈ ഷേപ്പ് ഗ്ലാൻഡ് ആണ്. ലൊക്കേഷൻ എവിടെയാ? ഇത് ബട്ടർഫ്ലൈ ഷേപ്പ് ഗ്ലാൻഡ് ലൊക്കേഷൻ എവിടെയാടെ? അത് ഏതിന്റെ തൊട്ട് താഴെയാ? ഏതിന്റെ തൊട്ട് താഴെയാ? ബിലോ ദി ലാരിങ്സും ബിലോ ദി ലാരിങ്സ് ആൻഡ് ബിറ്റ്വീൻ ഏതിന്റെ? ആൻഡ് ബിറ്റ്വീൻ ഏതിന്റെ? ബിറ്റ്വീൻ ഏതിന്റെ? ബിറ്റ്വീൻ ഏതൊക്കെ? ട്രക്കിയ. ഏതൊരു സൈഡ്? ട്രക്കിയ, ട്രക്കിയ. ഇനി ഓരോ സിംഗിൾ ലോബ് എത്ര വെയിറ്റ് ഉണ്ട്? സിംഗിൾ ലോബ് എത്ര വെയിറ്റ് ഉണ്ട്? സിംഗിൾ ലോബ് 30. രണ്ടും കൂട്ടിയാണെങ്കിലോ 60 അല്ലേ? സിംഗിൾ ലോബ് ആണെങ്കിൽ 30, രണ്ടും കൂട്ടിയാണെങ്കിൽ 60. ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവർക്കും. യെസ്. ഇത്രയും ക്ലിയർ കട്ടായിട്ട് മനസ്സിലായല്ലോ. ഇത്രയും ക്ലിയർ കട്ടായി മനസ്സിലായല്ലോ. ഇനി എത്ര ഡയമെൻഷൻ ഉണ്ട്? ഇനി എത്ര ഡയമെൻഷൻ ഉണ്ട്? എത്ര ഡയമെൻഷൻ എന്ന് പറയുന്നത്? 5 × 3 × 2 സെന്റിമീറ്റർ അല്ലേ? 5 × 3 × 2 സെന്റിമീറ്റർ അല്ലേ? അങ്ങനെ പറയുമ്പോൾ ടോട്ടൽ 5 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ടല്ലേ? 5 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ട്. ആൻഡ് 3 സെന്റിമീറ്റർ വിഡ്ത്ത് ഉണ്ടല്ലേ? അല്ലേ? 5 സെന്റിമീറ്റർ ലെങ്തും 3 സെന്റിമീറ്റർ വിഡ്ത്തും. 2 സെന്റിമീറ്റർ എന്തായിരിക്കും? 2 സെന്റിമീറ്റർ എന്തായിരിക്കും? അയ്യോ, അതെന്താടെ പറഞ്ഞേടെ? തിക്നെസ് അല്ലേ? തിക്നെസ് അല്ലേ? 5 സെന്റിമീറ്റർ ലെങ്തും 3 സെന്റിമീറ്റർ വിഡ്ത്തും 2 സെന്റിമീറ്റർ തിക്നെസ്സുമാണ് ഉള്ളത്. ഇനി അറിയാനുള്ളത് തൈറോയ്ഡ് ഹോർമോൺസ് ഏതൊക്കെയാ? തൈറോയ്ഡ് ഹോർമോൺസ് ഏതൊക്കെയാ? T3 T4 ആണ് തൈറോയ്ഡ് ഹോർമോൺസ് എന്ന് പറയുന്നല്ലേ? T3 T4 ആണ് നമ്മൾ തൈറോയ്ഡ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ശരിയാണോ? ശരിയാണോ? T3 T4 അല്ലേ നമ്മൾ തൈറോയ്ഡ് ഹോർമോൺസ് എന്ന് പറയുന്നത്? ആണല്ലോ. അപ്പൊ ചോദിക്കട്ടെ, T3യുടെ ഫുൾ നെയിം എന്താ? T3യുടെ ഫുൾ നെയിം എന്താണ്? നമ്മൾ എന്തിനാണ് T3 എന്ന് ചുരുക്കി പറയുന്നത്? എന്തിനാ? ട്രൈ ബാക്കി പറഞ്ഞേടെ. ട്രൈ പറഞ്ഞ അയഡോ തൈറോക്സിൻ ആണോ? ട്രൈ അയഡോ തൈറോക്സിൻ അല്ലേ നമ്മൾ T3 എന്ന് പറയുന്നത്? ശരിയല്ലേ? ട്രൈ അയഡോ തൈറോക്സിൻ നമ്മൾ T3 എന്നും. അപ്പൊ T4 എന്താ? എന്തായിരിക്കും? T4 ടെട്രാ അയഡോ തൈറോക്സിൻ അല്ലേ? T3യെ ട്രൈ അയഡോ തൈറോക്സിൻ എന്നും T4നെ ടെട്രാ അയഡോ തൈറോക്സിൻ എന്നും നമ്മൾ വിളിക്കാറുള്ളത്. ഇവിടെ ചോദിക്കട്ടെ, T3 ആണ് കൂടുതലുള്ളത് ഓർ T4 ആണോ കൂടുതലുള്ളത്? തൈറോയ്ഡ് ഹോർമോൺസിൽ ഏറ്റവും കൂടുതലുള്ളത് T3 ആണോ T4 ആണോ? തൈറോയ്ഡ് ഹോർമോൺസിൽ ഏറ്റവും കൂടുതലുള്ളത് T3 ആണോ T4 ആണോ? പറഞ്ഞേടെ. ശരിയാണ്. തൈറോയ്ഡ് ഹോർമോൺ 10% എന്ന് പറയുന്നപ്പോൾ ആരായിരിക്കും? T3 അല്ലേ? തൈറോയ്ഡ് ഹോർമോൺസ് മൊത്തത്തിൽ എടുക്കുമ്പോൾ 10% മാത്രമാണ് T3 എന്ന് പറ. ശരിയല്ലേടെ? ടോട്ടൽ തൈറോയ്ഡ് ഹോർമോൺ എടുക്കുമ്പോൾ വെറും 10% മാത്രമാണ് T3 ഉള്ളൂ. ബാക്കിയെല്ലാം അപ്പൊ ആരായിരിക്കും? T4 ആയിരിക്കുമല്ലേ? ബാക്കിയെല്ലാം T4 ആയിരിക്കുമല്ലേ? അല്ലേടെ? അല്ലേ? പറഞ്ഞേ യെസ് പറഞ്ഞോ? പറഞ്ഞേ. ആണ്. അങ്ങനെ വരുമ്പോ T3യുടെ ഫങ്ഷൻ എന്താ?
ദ ഫങ്ഷൻ ഓഫ് ദ T3 എന്താണ് ഫങ്ഷൻ? ഏറ്റവും മെയിൻ ഫങ്ഷൻ എന്താ? ഈ പറഞ്ഞ ദ ട്രൈ അയഡോ തൈറോക്സിന്റെ ദ മെയിൻ ഫങ്ഷൻ എന്താ? ആർക്കറിയാം? ദ T3യുടെ ഏറ്റവും ദ മെയിൻ ഫങ്ഷൻ ആർക്ക് പറയാം? ഇറ്റ് മെയിൻറ്റെയിൻ ദ ബാലൻസ് ബിറ്റ്വീൻ എന്തിന്റെ ദ T3 മെയിൻറ്റെയിൻ ദ ബാലൻസ് ബിറ്റ്വീൻ എന്തിന്റെയൊക്കെ? ദ തൈറോയ്ഡ് ഹോർമോൺസിന്റെയും ആൻഡ് ദ TSHന്റെയും അല്ലേ? തൈറോയ്ഡ് ഹോർമോൺസിന്റെയും ആൻഡ് TSHന്റെയും ഇടയിൽ നിന്നുകൊണ്ട് അവിടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത ഹോർമോൺ ആരാ? ദ തൈറോയ്ഡ് ഹോർമോൺസിന്റെയും ആൻഡ് ദ TSHന്റെയും ഇടയിൽ നിന്നുകൊണ്ട് ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാരാ? അത് ദ T3 ആണ്. മറക്കരുത്, അത് T3 ആണ്. മറക്കോ ദ TSHന്റെയും തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന എപ്പോഴും ആരാ? ദ T3 ആയ ദ ട്രൈ അയഡോ തൈറോക്സിൻ ആണ്. ഇനി ദ T4 എന്താ? ആരെയാ നമ്മൾ ദ T4 എന്ന് വിളിക്കുന്ന? ട്രൈ ആണോ ദ ടെട്ര ആണോ? ട്രൈ ആണോ ടെട്ര ആണോ? അവിടെ പറഞ്ഞേടെ, ദ T4 ആരാ? T4 സ്കൂളിൽ പഠിക്കുന്ന ആരെയാണ്? ടെട്ര അയഡോ അല്ലേ? ദ ടെട്ര അയഡോ തൈറോക്സിൻ ദ തൈറോയ്ഡ് ഹോർമോണിന്റെ ടോട്ടൽ എത്ര പെർസെന്റേജ് ആണിത്? തൈറോയ്ഡ് ഹോർമോണിന്റെ എത്ര പെർസെന്റേജ് ആയിരിക്കും? അപ്പോ 90% ആരുണ്ട്? ദ തൈറോയ്ഡ് ഹോർമോണിന്റെ 90%. അപ്പൊ ആരാ തൈറോയ്ഡ് ഹോർമോണിന്റെ 90% അപ്പൊ ആരായിരിക്കും? അത് ടെട്രയാണ്. മറക്കരുത്, ദ T4 ആണ്. ദ T4 ആണ് തൈറോയിഡിന്റെ 90%. ഇനി അറിയുള്ള കാര്യമുണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമുണ്ട്. ഈ പറഞ്ഞ തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാകണമെങ്കിൽ ഇപ്പം നമ്മുടെ ബോഡിയിൽ അവിടെ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് എലമെന്റ് ആവശ്യമുണ്ടോ? ഇപ്പം നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞ തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാകണമെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് എലമെന്റ് ഏതാടെ? അയഡിനാണോ? ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാരെങ്കിലും? ഈ ക്വസ്റ്റ്യൻ ആരെങ്കിലും കേട്ടണുണ്ടോ? അയഡിൻ ഈസ് എസെൻഷ്യൽ ഫോർ തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാകണമെങ്കിൽ അയഡിൻ വളരെ ഏതോ ഒരു എക്സാമിന് കണ്ട ക്വസ്റ്റ്യൻ ആണ്. ഏതാണെന്ന് അറിയില്ല. ഇറ്റ്സ് അയഡിന്റെ ക്വസ്റ്റ്യൻ ചോയ്സ് ഉണ്ടായിരുന്നു. അറിയാമോ? കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അയഡിൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഓപ്ഷൻ ഉണ്ട്. ഏതൊക്കെ ഉണ്ടെന്ന് അറിയാമോ? T3, T4 ഒക്കെ ഉണ്ടായിരുന്നു. ആരും കണ്ടായിരുന്നു? ആരെങ്കിലും ആ ഒരു ഓപ്ഷൻ കണ്ട ഓർമ്മയുണ്ടോ? T3 എന്നും T4 എന്നും കണ്ടു ആരെങ്കിലും? ഉണ്ട്. അപ്പൊ ഇറ്റ്സ് അയഡിനാണ് ദ തൈറോയ്ഡ് ഹോർമോണിന്റെ എസെൻഷ്യൽ ഉണ്ടാകേണ്ടത്. യെസ്. ഇനി മറക്കോടെ ദ തൈറോയ്ഡ് ഹോർമോണിന്റെ ദ പ്രൊഡക്ഷൻ ഏറ്റവും ആവശ്യമാരാ? ദ തൈറോയ്ഡ് ഹോർമോൺസിന്റെ ദ പ്രൊഡക്ഷൻ ഏറ്റവും ആവശ്യം അയഡിനാണ്. എസെൻഷ്യൽ എലമെന്റ് അല്ലേ? അയഡിനാണ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമുള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും നോർമൽ ആയിട്ടുള്ള അയഡിൻ റിക്വയർമെന്റ് എത്രയാ? ദ നോർമൽ അയഡിൻ റിക്വയർമെന്റ് എത്രയാടെ? ദ നോർമൽ അയഡിൻ എത്രയായിരിക്കും ഇവിടെ? ആർക്ക് പറയാം? ദ നോർമൽ അയഡിൻ റിക്വയർമെന്റ് എത്രയാടെ? ചോദിക്കാറുണ്ട്. ആർക്ക് പറയാം? 1 gram per week ആണോ? ഇറ്റ്സ് 1 mg per week ആണോ? 1 gram per week ആണോ? ഇറ്റ്സ് 1 mg per week ആണോ? ചോദിക്കുക. 1 gram ആണോ? ഇറ്റ്സ് 1 mg ആണോ? 1 mg ആണോ? 1 gram ആണോ? റിക്വയർമെന്റ് എത്രയാ? ഏറ്റവും നോർമൽ അയഡിൻ റിക്വയർമെന്റ് എത്രയാ? പ്രഗ്നന്റ് അടിക്കുമ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വരുന്ന കാര്യമാണ്. എത്രയാടെ? ഒരു മില്ലിഗ്രാം പെർ വീക്ക് എന്ന് പറയാറുണ്ടോ? ഉണ്ട്. 1 milligram 1 mg അല്ലേ? 1 mg അല്ലേ? ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്.
ഡയറ്റ് റിക്വയർമെന്റ് എത്ര? ഇറ്റ് ഇസ് 1 mg പെർ വീക്ക് ആണ്. ആണോ ആണോ ആണോ? അതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇനി പെർ ഡേ എത്ര വേണ്ടി വരും? ഒരു വീക്ക് ആണെങ്കിൽ അത് 1 mg. ഇനി പെർ ഡേ എത്രയായിരിക്കും? ഇനി പെർ ഡേ എത്രയായിരിക്കും? ഒരു വീക്ക് ആണെങ്കിൽ 1 mg ആണെങ്കിൽ, ഒരു വീക്ക് 1 mg ആണെങ്കിൽ പെർ ഡേ എത്രയായിരിക്കും? അയഡിൻ, നോർമൽ അയഡിൻ ഇറ്റ്സ് 150. ഇറ്റ്സ് 150. ബാക്കിയാണ് എനിക്ക് അറിയേണ്ടത്. 150 ബാക്കി എന്താ? ഇറ്റ്സ് മൈക്രോഗ്രാം പെർ ഡെയിലി ആണോ? ദ മൈക്രോഗ്രാം പെർ ഡെയിലി ആണോടെ? ആണോടെ? ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ, ചോദിക്കാറുണ്ട്. ഇത് രണ്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് ദ ഡേയും ചോദിക്കാറുണ്ട്, ആൻഡ് ദ വീക്കും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദ ഡേയും ചോദിക്കും, ആൻഡ് ദ വീക്കും ചോദിക്കും. പറഞ്ഞിട്ട് ഒരു വീക്ക് എത്ര വേണം? ഒരു വീക്ക് എത്ര വേണം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ ബാക്കിയുള്ള കാര്യമാണ്. എം ജി ആണോ ഓർ ദ മൈക്രോഗ്രാം ആണോ? ദ പെർ വീക്കിൽ. ഒരു വീക്കിൽ എത്രയാ? ഒരു വീക്ക് എന്തായിരിക്കും? 1 mg. ഒരു വീക്ക് ആണെങ്കിൽ 1 mg യും, ദ പെർ ഡേ ആണെങ്കിൽ, ഒരു ദിവസമാണെങ്കിൽ 150 മില്ലി. ബാക്കി പറ. ദ മൈക്രോഗ്രാം അല്ലേ? മറക്കരുതേ ഈ കാര്യം, ചോദിക്കോടെ. ഇനി ആദ്യം പറഞ്ഞ കാര്യം, ഈ തൈറോയ്ഡ് ഹോർമോൺ അത് ഫസ്റ്റ് എവിടെ നിന്ന് വരുന്നേ? ഫസ്റ്റ് എവിടെ അത് ഡിറൈവ് ചെയ്ത് വരുന്നത് എവിടെന്നാ? ഫസ്റ്റ് എവിടെ നിന്ന് വരുന്നത്? ഞാൻ പറഞ്ഞത് കാര്യമാണ്. തൈറോക്സിൻ എന്ന അമിനോ ആസിഡിൽ നിന്നാണ്. തൈറോക്സിൻ എന്ന അമിനോ ആസിഡിൽ നിന്നാണോ? ഓർമ്മിക്കണം, തൈറോക്സിൻ എന്ന അമിനോ ആസിഡിൽ നിന്നാണോ ഡിറൈവ് ചെയ്ത് വരുന്നത്? പറഞ്ഞേ ചോദിക്കൂടെ. തൈറോയ്ഡ് ഹോർമോൺ ഫസ്റ്റ് എവിടെ നിന്ന് അത് ഡിറൈവ് ചെയ്ത് വരുന്നത്? പലരും പറഞ്ഞു പഠിച്ചേ. എവിടെ തൈറോക്സിൻ അല്ലേ? തൈറോക്സിൻ എന്ന അമിനോ ആസിഡിൽ നിന്നാണ് ഫസ്റ്റ് ഡിറൈവ് ചെയ്ത് വരുന്നത്. ഇതുവരെ ക്ലിയർ ആയോ? ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയോ? ക്ലിയർ? ഈ തൈറോക്സിൻ എന്ന അമിനോ ആസിഡിൽ നിന്ന് വേറെ എന്തെങ്കിലും വരുന്നുണ്ടോടെ? നിങ്ങൾ എവിടെ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്? തൈറോക്സിൻ എന്ന അമിനോ ആസിഡിൽ നിന്ന് വേറെ എന്തെങ്കിലും ഡിറൈവ് ചെയ്ത് വരാറുണ്ടോ? എല്ലാവരും ദ കാറ്റക്കോളമൈൻസ് കേട്ടിട്ടുണ്ടോ? എല്ലാവരും ദ കാറ്റക്കോളമൈൻസ് എന്ന് എവിടെയും കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ്. എവിടെ കേട്ടിട്ടുണ്ടോ ദ കാറ്റക്കോളമൈൻസ്? എവിടെ കേട്ടിട്ടുണ്ടോ? ഏതോ എക്സാം വെച്ചിട്ടുണ്ടോ? ഉണ്ട്. കാറ്റക്കോളമൈൻസ് കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഏതൊക്കെയാ? അഡ്രിനാലിൻ, ദ കാറ്റക്കോളമൈൻസ് ഏതൊക്കെയാ? അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. വേറെ ഏതൊക്കെയാ? അഡ്രിനാലിനും ആൻഡ് ദ നോർ അഡ്രിനാലിനും തൈറോക്സിനാണോ? തൈറോക്സിനാണോ? യെസ്. ആണോ? അഡ്രിനാലിനും ആൻഡ് ദ നോർ അഡ്രിനാലിനും തൈറോക്സിനുമാണോ കാറ്റക്കോളമൈൻസ് എന്ന് പറയുന്നത്? യെസ്. ഇതൊരു ക്ലിയർ ആയോടെ? ഇതൊരു ക്ലിയർ ആക്കി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഡോപ്പമിൻ വേറെ ഏതെങ്കിലും ഉണ്ടോ? ഓരോരുത്തർ പറഞ്ഞേ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കണം. വേറെ ഏതെങ്കിലും ഉണ്ടോ? 5 എണ്ണം ഉണ്ടോടെ? 5 എണ്ണം ഉണ്ടോ? ആരെങ്കിലും പറഞ്ഞേ. കാറ്റക്കോളമൈൻസ് പറയുമ്പോ 5 എണ്ണം ഉണ്ടോ? 5 എണ്ണം ഉണ്ടോ? എനിവൺ 5 എണ്ണം ഉണ്ടോ? 5 എണ്ണം ഉണ്ടോ? ഇന്ന് പോയിട്ട് പറഞ്ഞു തരണം എനിക്കറിയാം കേട്ടോ. ഇന്ന് പോയിട്ട് കണ്ടുപിടിച്ച് പറഞ്ഞു തരും എല്ലാവരും. പറഞ്ഞു തരോ എല്ലാവരും? യെസ്, പറഞ്ഞു തരും. അപ്പൊ തൈറോക്സിന്റെ കൂടെ അയഡിൻ കൂടെ ചേർന്നാൽ എന്തുണ്ടാവുന്നത്? അപ്പൊ തൈറോക്സിന്റെ കൂടെ അയഡിനും ചേർന്ന് എന്തുണ്ടാവും? തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാവുന്നതല്ലേ? തൈറോക്സിന്റെ കൂടെ അയഡിൻ കൂടി ചേർന്ന് എന്തുണ്ടാവും?
തൈറോയ്ഡ് ഹോർമോൺസ് ഉണ്ടാകുന്നതല്ലേ? അല്ലേ? അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? ആണ്. അപ്പൊ പ്രധാനമായിട്ട് വരുമ്പോൾ T3യും T4ന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാ ചോദിക്കാറുണ്ട്. T3യും T4ന്റെയും ഫങ്ഷൻ എന്തൊക്കെയാണ്? ഇമ്പോർട്ടന്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കാണുന്ന ഏരിയയാണ് T3 and T4. T3യും T4ന്റെ ഫങ്ഷൻ എന്തൊക്കെയാ? അത് ഓരോന്നായിട്ട് പറയണം. ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഓഫ് T3 and T4. ഫങ്ഷൻസ് ഓഫ് T3 and T4. ആർക്ക് പറയാം? ഒരാളുടെ മെന്റൽ ഹെൽത്തിന്റെയും അതുപോലെ തന്നെ ഫിസിക്കൽ ഡെവലപ്മെന്റ് അത്യാവശ്യമാണോ? ഇപ്പൊ ഒരാളുടെ എന്താണ് ഈ പറഞ്ഞ മെന്റൽ ഹെൽത്തിനും അതിന് ഡെവലപ്മെന്റിനും അല്ലേ? അല്ലേ 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 അല്ലേ? ഫിസിക്കൽ ഡെവലപ്മെന്റിനും ആൻഡ് മെന്റൽ ഡെവലപ്മെന്റിനും ആരത്യാവശ്യമാണ്? T3യും T4ഉം അത്യാവശ്യമാണ്. ട്രൈയും ആൻഡ് ടെട്രയും അത്യാവശ്യമല്ലേ? ഒരാളുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനും ആൻഡ് മെന്റൽ ഡെവലപ്മെന്റിനും വളരെ അത്യാവശ്യമാണ്. ആരൊക്കെ? T3യും T4ഉം. പിന്നെ ഫംഗ്ഷൻ ഉണ്ടോ? പിന്നെ വേറെ ഫംഗ്ഷൻ ഉണ്ടോ? ഈ ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ഫിസിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് മാത്രമേ ഉള്ളൂ. അവിടെ ഫിസിക്കൽ ഡെവലപ്മെന്റും ആൻഡ് മെന്റൽ ഡെവലപ്മെന്റും മാത്രമേ ഉള്ളൂ. വേറെയുണ്ട്. ഏതൊക്കെ പറയാം? ആർക്ക് പറയാം? ആർക്ക് പറയാം? എല്ലാവരും BMR എന്ന് കേട്ടിട്ടുണ്ടോ? BMR, ബേസൽ മെറ്റബോളിക് റേറ്റ്. അത് കൂട്ടാൻ സഹായിക്കുന്നുണ്ടോ? അത് കൂട്ടാൻ സഹായിക്കുന്നുണ്ടോ? അത് കൂട്ടാൻ സഹായിക്കുന്നുണ്ടോ? BMR കൂട്ടാൻ സഹായിക്കുന്നുണ്ടോ? ഉണ്ടോടെ? 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 ബേസൽ മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ സഹായിക്കാറില്ലേ? അതിനും കൂട്ടാൻ സഹായിക്കാറില്ലേ? ശരി 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 ശരിയല്ലേ? 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 ഉണ്ട് ഉണ്ട്. പിന്നെ സഹായിക്കും. പിന്നെ എന്തിനു സഹായിക്കും? ഇവിടെ ഇപ്പം ഈ പറഞ്ഞ ബോഡിയുടെ ഈ പറഞ്ഞ എനർജി റിസ്റ്റോറേഷൻ സഹായിക്കാറുണ്ടോ? വേറെ എന്തിനേക്കും ഉണ്ടോ? റീസ്റ്റോറേഷൻ ഓഫ് എനർജി. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡിന് അത്യാവശ്യമനുസരിച്ച് മാത്രം അത് ബോഡി അബ്സോർവ് എടുക്കോ? ഇപ്പൊ നമ്മൾ കഴിക്കുന്നതിൽ നിന്ന് അത്യാവശ്യമുള്ളത് മാത്രം ബോഡി അബ്സോർവ് എടുക്കത്തില്ലേ? അല്ലേടെ? അല്ലേ? ഇല്ലേ? അല്ലേ? ഇപ്പൊ ഫുഡ് കഴിക്കുന്നു. ആ ഫുഡ് കഴിക്കുമ്പോൾ അതിൽ ആവശ്യമുള്ള മാത്രം ഈ പറഞ്ഞ ഇങ്ങനത്തെ ഗ്ലൂക്കോസ് ആണെങ്കിൽ അപ്പൊ അതിന് യൂട്ടിലൈസേഷൻ കൂട്ടാൻ സഹായിക്കാറില്ലേ? അത്യാവശ്യം നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായി പറഞ്ഞ ഗ്ലൂക്കോസ് എടുക്കുന്ന സമയത്ത് ആ പറഞ്ഞ ഗ്ലൂക്കോസിനെ അബ്സോർവ് ചെയ്യാൻ സഹായിക്കുമോ ഈ പറഞ്ഞത് T3യും T4ഉം? ആലോചിച്ച് പറയുക. ഫുഡ് കഴിക്കുമ്പോൾ ആ ഫുഡിനകത്തുള്ള ഈ പറഞ്ഞ ഗ്ലൂക്കോസ് പോലുള്ള സംഭവങ്ങളെല്ലാം അബ്സോർവ് ചെയ്യാൻ ആര് സഹായിക്കും? T3യും T4ഉം സഹായിക്കും. T4ഉം T3യും സഹായിക്കും. അങ്ങനെയല്ലേ നിങ്ങളുടെ ബോഡിയിലുള്ള മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ സഹായിക്കുന്നത്? അങ്ങനെയല്ലേ നിങ്ങളുടെ ബോഡിയിലുള്ള ഈ പറഞ്ഞ മെറ്റബോളിക് റേറ്റ് എല്ലാം കൂട്ടാൻ സഹായിക്കുന്നത്? മനസ്സിലായോ? 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 T3യും T4 എന്ത് ചെയ്യും? ബോഡി ഫുഡ് കഴിക്കുമ്പോൾ അതിനകത്തുള്ള ഈ പറഞ്ഞ ഗ്ലൂക്കോസിനെ അബ്സോർവ് ചെയ്തെടുക്കാൻ സഹായിക്കും. അങ്ങനെയാണ് നിങ്ങളുടെ ബോഡിയിലുള്ള മെറ്റബോളിക് റേറ്റ് കൂട്ടിയെടുക്കുന്നത്. ഇതുവരെ ഫങ്ഷൻസ് ക്ലിയർ ആയോ? എല്ലാവരും ഫങ്ഷൻ ക്ലിയർ ആയോ? ഫങ്ഷൻസ് ക്ലിയർ ആയോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്. ക്ലിയർ ആയോടെ? ക്ലിയർ ആയോടെ? ആ, ഇനി വേറെ ഫങ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഫങ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? ആരോ ഇപ്പൊ ഒരാൾ പറഞ്ഞു ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി കൂട്ടാൻ സഹായിക്കും. ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി കൂട്ടാൻ സഹായിക്കും. വേറെയും ഉണ്ട് ഫങ്ഷൻ അല്ലേ? വേറെയും ഫങ്ഷൻ ഉണ്ട്. എന്ത് സഹായിക്കും? ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി കൂട്ടാനും ആര് സഹായിക്കും? ആര് സഹായിക്കും? ആര് സഹായിക്കും? പറഞ്ഞു. ആര് സഹായിക്കുന്ന? അത് പറഞ്ഞു. ആരാ സഹായിക്കുന്ന? T3യും T4ഉം ആണോ? T3യും T4 സഹായിക്കും അല്ലേ? T3യും T4 സഹായിക്കും.
ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി കൂട്ടാനും സഹായിക്കും. ദ പെരിസ്റ്റാലിസിസ് ആണോ അവിടെ? ദ പെരിസ്റ്റാലിസിസ് ഇൻക്രീസ് ചെയ്യും അല്ലേ? ദ പെരിസ്റ്റാലിക് മൂവ്മെന്റ് അല്ലേ ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേടെ? അല്ല, ശരിക്കും പറഞ്ഞ ദ ഗ്യാസ്ട്രിക് ട്രാക്റ്റിലുള്ള ദ മൂവ്മെന്റ്സ് അങ്ങ് ഇൻക്രീസ് ചെയ്യും. ആരുടെ സഹായത്തോടെ? ദ T3 T4 സഹായത്തോടെ അല്ലേ? ദ T3 T4 സഹായത്തോടെ ദ ഗ്യാസ്ട്രിക് ട്രാക്റ്റിലുള്ള ദ മോട്ടിലിറ്റി അങ്ങനത്തെ ആ പറഞ്ഞ മൂവ്മെന്റ് കൂട്ടാനും സഹായിക്കും. ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയോ? ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയോ എല്ലാവർക്കും? പറഞ്ഞത് പുതിയ ആൾക്കാർക്ക് എല്ലാം ക്ലിയർ ആയി കാണുമല്ലോ. ഇത് പറയുമ്പോൾ ദ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ദ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഏറ്റവും നോർമൽ ദ BMR എത്രയാ? ആ ഒരു ക്വസ്റ്റ്യൻ ആരെയും കണ്ടിട്ടുണ്ടോ? ആ ഒരു ക്വസ്റ്റ്യൻ കേരള PC എക്സാമിന് ആരെയും കണ്ടിട്ടുണ്ടോ? ഏറ്റവും നോർമൽ ദ BMR ക്വസ്റ്റ്യൻ ഏറ്റവും ഉണ്ട് 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 ഇവിടെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആണ്. കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഏറ്റവും നോർമൽ ദ BMR എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ല. കണ്ടിട്ടില്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. ചോദിക്കാറുണ്ട്. അത് എത്ര കാലറി പെർ ഡേ വേണം? അത് എത്ര കിലോ കാലറി പെർ ഡേ വേണം? ഏറ്റവും നോർമൽ BMR ആണെങ്കിൽ അത് എത്ര കിലോ കാലറി പെർ ഡേ വേണം എന്ന് സ്ഥിരം ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. നോർമൽ BMR ആണെങ്കിൽ ഒരു ദിവസം എത്ര കിലോ കാലറി പെർ ഡേ വേണം? 1500 തൊട്ട് 1800 വരെയാണ് അവിടെ. 1500 മുതൽ 1800 കിലോ കാലറി പെർ ഡേ ആണോ? 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 കിലോ കാലറി അല്ല, കാലറി പെർ ഡേ ആണ്. 1500 മുതൽ 1800 കാലറി പെർ ഡേ വേണ്ടേ? ഉണ്ടോ? ഒരു ദിവസം ഏകദേശം 1500 മുതൽ 1800 കാലറി ഒരു ഫുഡ് കഴിക്കണം. അല്ല, കഴിക്കുന്നുണ്ടോ അവിടെ? ഉണ്ടോ? അല്ലെ, കഴിക്കുന്ന ഫുഡിലുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അത് ഒരു ദിവസത്തിന്റെ കാര്യം പറഞ്ഞു. അത് ഒരു ദിവസം പറഞ്ഞു. ഇനി ഒരു മണിക്കൂറാണെങ്കിലൂടെ ഇത്രയും ഒരു ദിവസം പറഞ്ഞു. ഇനി ഒരു മണിക്കൂർ എത്ര വേണ്ടി വരും? ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇത് കുറച്ച് ടഫ് ആക്കിയാൽ ഒരു ദിവസം അത് മാറ്റിയിട്ട് ഒരു മണിക്കൂർ ചോദിക്കും. എത്ര വേണം? ഒരു മണിക്കൂർ എത്ര കാലറി വേണം? ഒരു മണിക്കൂർ എത്ര കിലോ കാലറി വേണം? ഒരു മണിക്കൂർ ആണെങ്കിൽ ആർക്ക് പറയാം? ഇതൊരു ഈ പറഞ്ഞ ബോഡി വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഒരു ദിവസം എത്ര വേണം? ഒരു മണിക്കൂർ എത്ര വേണ്ടേ? 1 കിലോ കാലറി അവിടെ. 1 കാലറി പെർ kg ആണോ? 1 കാലറി പെർ kg അല്ലേ ഒരു മണിക്കൂർ വേണ്ട? ഒരു മണിക്കൂർ പറ. ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരെല്ലാം പറയണം. ഫുഡ് കഴിക്കുന്ന ആൾക്കാരിലും ഉണ്ടോ? നിങ്ങൾ കഴിക്കുന്ന ആൾക്കാരിലുണ്ടോ? ഉണ്ടല്ലോ. ഇതെല്ലാം പറയുന്നത് ഈ പറഞ്ഞ ഓരോ സിംഗിൾ ആളുടെയും പറഞ്ഞ ബോഡി സർഫസ് ഏരിയ അനുസരിച്ച് വ്യത്യാസം വരും. പക്ഷെ എങ്കിലും പഠിക്കുമ്പോൾ ഇത് പഠിക്കണം. ഇവിടെ ഒരു മണിക്കൂർ എത്ര വേണം? പറഞ്ഞേ, ഒരു മണിക്കൂറിൽ എത്ര വേണം? ഒരു മണിക്കൂറിൽ എത്ര വേണം? ആൻസറേ 1 കാലറി. 1 കാലറി അല്ലേ? ഇനി ഒരു ദിവസ കണക്കെടുക്കുമ്പോഴോ? ഒരു ദിവസ കണക്കെടുക്കുമ്പോൾ എത്ര വേണം? ഒരു ദിവസം എത്ര വേണ്ടി വരും? യെസ്. സോ എല്ലാവർക്കും ഫങ്ഷൻസ് കിട്ടി. എല്ലാവർക്കും ഫങ്ഷൻസ് കിട്ടിയോ? എല്ലാവർക്കും ഫങ്ഷൻസ് കിട്ടിയോടെ? ഇനി വേറെ ഫങ്ഷൻ ഉണ്ടോ? ഉണ്ട്. നെർവസ് സിസ്റ്റത്തിൽ ചെയ്യുന്നുണ്ടോ? നെർവസ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ T3 T4? ആർക്ക് പറയാം? ഫങ്ഷൻസ് ഇനിയും ഉണ്ട്. ആർക്ക് പറയാടെ? നെർവസ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ആരോ നേരത്തെ പറഞ്ഞൊരു ആൻസർ ആണ്. നെർവസ് സിസ്റ്റത്തിൽ എന്താണ് ഫങ്ഷൻ? ഈ പറഞ്ഞ ബ്രെയിൻ ഡെവലപ്മെന്റിന് ആര് സഹായിക്കും?
T3യും T4ഉം സഹായിക്കും. ഇതും ചോദിച്ചൊരു ചോദ്യമാണ്. ഈ പറഞ്ഞ ബ്രെയിൻ ഡെവലപ്മെന്റിനും ആര് സഹായിക്കും? T4ഉം T3യും സഹായിക്കും. മറക്കോ இந்த നെർവസ് സിസ്റ്റത്തിലുള്ള ഫംഗ്ഷൻ കിട്ടിയോ? ഫംഗ്ഷൻ കിട്ടിയോ? ദ ബ്രെയിൻ ഡെവലപ്മെന്റ് ആരുടെ? T3യും T4ഉം ആണെങ്കിൽ ദ ബ്രെയിൻ ഡെവലപ്മെന്റിന് സഹായിക്കും. അപ്പൊ ചോദിക്കട്ടെ, ദ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഫംഗ്ഷൻ ഉണ്ടോ? എനിവൺ? ആരെയും പറഞ്ഞേ. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഫംഗ്ഷൻ എന്താ? ദ സെക്കൻഡറി ദ സെക്ഷൽ ക്യാരക്ടറിക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ആരാ? അപ്പോ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ആരാ? T3യും T4ഉമാണ്. ഫങ്ഷൻസ് ഓർമ്മിക്കണം. ഇൻ ദ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലാണെങ്കിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിക്സ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് ഈ പറഞ്ഞത് T3യും T4ഉമാണ്. ഇതിൽ ഓർമ്മയുണ്ടോ? ഇതുവരെ പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പൊ അത് ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ പറഞ്ഞത്? ഫസ്റ്റ് ഫംഗ്ഷൻ പറഞ്ഞ എല്ലാരും. ഫസ്റ്റ് ഫംഗ്ഷൻ പറഞ്ഞേ. ഞാൻ ഇന്ന് പറഞ്ഞ ഫസ്റ്റ് ഫംഗ്ഷൻ ഇനിയുണ്ട്. എല്ലാരും ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ പറഞ്ഞു തന്നെ? ഇന്നത്തെ ദിവസം ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ പറഞ്ഞു തന്നത്? ഫിസിക്കൽ ആൻഡ് ദ മെന്റൽ ഡെവലപ്മെന്റ്. അടുത്ത സെക്കൻഡ് ഫംഗ്ഷൻ ഏതായിരിക്കും? ഫസ്റ്റ് ഫംഗ്ഷൻ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റും. സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? BMR. അടുത്ത ഫംഗ്ഷൻ എന്താ? അത് കഴിഞ്ഞത് ഫംഗ്ഷൻ ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി, പെരിസ്റ്റാലിസിസ് കൂട്ടാൻ സഹായിക്കും അല്ലേ? പെരിസ്റ്റാലിസിസ് മൂവ്മെന്റ് കൂട്ടാൻ സഹായിക്കും. ആൻഡ് ദ നെർവസ് സിസ്റ്റത്തിൽ ഫംഗ്ഷൻ എന്തുണ്ട്? ആൻഡ് ദ നെർവസ് സിസ്റ്റത്തിൽ എന്താ ഫംഗ്ഷൻ? ദ ബ്രെയിൻ ഡെവലപ്മെന്റിന് സഹായിക്കും അല്ലേ? അല്ല, അത് എൻഹാൻസ് ചെയ്യല്ലേ? ആൻഡ് ദ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഫംഗ്ഷൻ എന്താ? സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഇത്രയും പറഞ്ഞു. ഇനി കാർഡിയോവാസ്കുലാറിലെ ഫംഗ്ഷൻ എന്താ? ഇതെല്ലാം അറിയുമ്പോൾ അങ്ങോട്ട് പോകണമല്ലോ. കാർഡിയോവാസ്കുലാറിലെ ഫംഗ്ഷൻ എന്താ? കാർഡിയോവാസ്കുലാറിൽ എന്താ ഫംഗ്ഷൻ? ഇറ്റ് ഇൻക്രീസസ് ദ ഹാർട്ട് റേറ്റ് കൂട്ടാനും ദ കാർഡിയാക് ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കോടെ. ഹാർട്ട് റേറ്റും ആൻഡ് ദ കാർഡിയാക് ഔട്ട്പുട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കോ? ചോദിക്കും. സഹായിക്കൂടെ? ഹാർട്ട് റേറ്റ് കൂട്ടാനും ആ കാർഡിയാക് ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുമല്ലോ. എന്താണ് ഇത്? കാർഡിയാക് ഔട്ട്പുട്ട് എന്താ കാർഡിയാക് ഔട്ട്പുട്ട്? പഠിക്കും എങ്കിലും ചോദിക്കുക. കാർഡിയാക് ഔട്ട്പുട്ട് എന്താ? ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് ബ്ലഡ് ദാറ്റ് ഈസ് പമ്പ്ഡ് പെർ മിനിറ്റ് ആണോ പെർ ബീറ്റ് ആണോ? പെർ മിനിറ്റ് ആണോ പെർ ബീറ്റ് ആണോ? ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് ബ്ലഡ് ദാറ്റ് ഈസ് പമ്പ്ഡ് പെർ ബീറ്റ് ആണോ പെർ മിനിറ്റ് ആണോ? ഒരു മിനിറ്റ് ആണോ ബീറ്റ് ആണോടെ? പറയടേ. എല്ലാരും പറയട്ടെ. ഓർമ്മിക്കടേ. അങ്ങോട്ട് ഓർമ്മിച്ചേ. കാർഡിയോവാസ്കുലറായിട്ട് ഓർമ്മിച്ചേ. ഒരു മിനിറ്റിൽ പമ്പ് ചെയ്യുന്ന ബ്ലഡ് ആണോടെ? ഒരു മിനിറ്റിൽ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡിന്റെ എമൗണ്ടിനെ വിളിക്കുന്ന പേരെന്താ? ഒരു മിനിറ്റിൽ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡിന്റെ എമൗണ്ടിനെ വിളിക്കുന്ന പേര് കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് വിളിക്കുക. അല്ലെ, ഒരു മിനിറ്റിൽ ഈ പറഞ്ഞ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ബ്ലഡിനെ വിളിക്കുന്ന പേര് കാർഡിയാക് ഔട്ട്പുട്ട്. ഒരു മിനിറ്റിന്റെ കാര്യം പറഞ്ഞു. ദാറ്റ് ഇസ് പെർ മിനിറ്റ്. പെർ ബീറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? അതേ ചോദ്യം. അത് ദാറ്റ് ഇസ് പെർ ബീറ്റ് ആണെങ്കിൽ എന്താ ആൻസർ? അതേ ചോദ്യം. ദാറ്റ് ഇസ് പെർ ബീറ്റ് ആണെങ്കിൽ എന്താ ആൻസർ? ദാറ്റ് ഇസ് എമൗണ്ട് പമ്പ് ഈ പറഞ്ഞ ബ്ലഡ് ദാറ്റ് ഇസ് പമ്പ്ഡ് പെർ ബീറ്റ് ആണെങ്കിൽ സ്ട്രോക്ക് വോളിയമാണോ? വ്യത്യാസം മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? സ്ട്രോക്ക് വോളിയവും ദ കാർഡിയാക് ഔട്ട്പുട്ട് നമ്മൾ വ്യത്യാസം മനസ്സിലായോ? മറക്കോ? അതൊക്കെ നമ്മൾ കാർഡിയോവാസ്കുലർ പഠിക്കും. അപ്പൊ കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടാൻ സഹായിക്കുമെന്നും പറഞ്ഞു. ആ ഫംഗ്ഷൻ ക്ലിയർ ആയല്ലോ. കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടാനും സഹായിക്കും എന്നൊരു ഫംഗ്ഷൻ പറഞ്ഞു. അതും ക്ലിയർ ആയല്ലോ. ഇനി വേറെ ഫംഗ്ഷൻ ഉണ്ടോ? ആരുടെ?
ഈ പറഞ്ഞ തൈറോയ്ഡ് ഹോർമോൺസ് ഇത്രയും ഫങ്ഷൻ ഉണ്ടല്ലേ. വേറെ ഫങ്ഷൻ ഉണ്ടോ? അഡ്രിനാലിനും ആൻഡ് നോർ അഡ്രിനാലിനും കേട്ടിട്ടുണ്ടോ എല്ലാവരും? കേട്ടിട്ടുണ്ടോ? അതിന്റെ ആക്ഷൻ കൂട്ടാൻ സഹായിക്കുന്ന പാരോ അഡ്രിനാലിന്റെയും ആൻഡ് നോർ അഡ്രിനാലിന്റെയും അതിന്റെ ആക്ഷൻ കൂട്ടാൻ സഹായിക്കുന്ന പാരാ ഇവനല്ലേ. ഇവനല്ലേ അല്ലേ അല്ലേ അല്ലേ. അഡ്രിനാൽ നോർ അഡ്രിനാൽ എന്താ സംഭവം? ഈ അഡ്രിനാലും ആൻഡ് നോർ അഡ്രിനാലും വരുന്നത് എവിടെയാ? ഈ പറഞ്ഞ ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് റെസ്പോൺസിലാണോ അവിടെ? ആ രണ്ട് ഹോർമോണല്ലേ അത്? ദ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസിൽ വരുന്ന രണ്ട് ഹോർമോൺ അഡ്രിനാലും നോർ അഡ്രിനാലും എന്ന് പറയുന്നത് ആണോ? ആണല്ലേ. ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസിൽ വരുന്ന ഹോർമോൺസ് അല്ലേ അഡ്രിനാലിനും ആൻഡ് നോർ അഡ്രിനാലിനും വരുന്നത്. അപ്പൊ ഹാർട്ട് റേറ്റ് കൂട്ടും ആൻഡ് BP കൂട്ടും. ഇതെല്ലാമാണ് ഫങ്ഷൻ. യെസ്. അപ്പൊ ഫസ്റ്റ് ഫങ്ഷൻ ഏതാ പറഞ്ഞത്? ഇത് ബ്രെയിൻ ഡെവലപ്മെന്റ് ഫസ്റ്റ് എൻഹാൻസ് ചെയ്യും. ഫസ്റ്റ് ഫങ്ഷൻ കിട്ടിയോ? ഫസ്റ്റ് ഒന്നാമത് ഏതാ പറഞ്ഞത്? ദ ബ്രെയിൻ ഡെവലപ്മെന്റ്. അത് കഴിഞ്ഞ് എന്താ? റീപ്രൊഡക്റ്റ് എന്ത് പറഞ്ഞു? സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ആരാ? ഇവനാണ്. അന്റെ കാർഡിയോവാസ്കുലാറിൽ എന്ത് പറഞ്ഞു തന്നു? ഹാർട്ട് റേറ്റും കാർഡിയക് ഔട്ട്പുട്ടും കൂട്ടും എന്ന് പറഞ്ഞു തന്നു അല്ലേ? അല്ലേ. പിന്നെന്ത് ഫങ്ഷൻ ഉണ്ട്? അഡ്രിനാലിനും നോർ അഡ്രിനാലിനെയും അതിന്റെ ഫങ്ഷൻ എൻഹാൻസ് ചെയ്യാനും സഹായിക്കും. ഇതുവരെ ക്ലിയർ ആയിരുന്നു പറഞ്ഞത്? ഇനി വേറെ ഫങ്ഷൻ ഉണ്ടോ? ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടെ ഉണ്ട്. ആർക്കും പറയാം? இந்த ഫീമെയിൽസിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. എല്ലാവരും എപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. ആർക്ക് പറയാം? ആ ഫീമെയിൽസ് ഒരു ഇമ്പോർട്ടന്റ് ഫങ്ഷൻ ഉണ്ട്. എപ്പോഴും പഠിക്കുമ്പോൾ സ്കിപ്പ് ചെയ്തു പോകുന്ന കാര്യമാണ്. ഫീമെയിൽസിൽ എൻഡോമെട്രി ഇല്ലടെ. എൻഡോമെട്രി അറിയാമല്ലോ. എൻഡോമെട്രി കേട്ടിട്ടുണ്ടല്ലോ ഫീമെയിൽസിൽ? കേട്ടിട്ടുണ്ടോ? അതിന്റെ തിക്നെസ് കൂട്ടാൻ സഹായിക്കുന്ന ആരായിരിക്കും? ഫീമെയിൽസിൽ എൻഡോമെട്രിയത്തിന്റെ തിക്നെസ് കൂട്ടാൻ സഹായിക്കുന്ന ആരാ? ഇവനാണ്. മറക്കോ ഇല്ലല്ലോ. ഇതൊരു ക്ലിയർ ആയല്ലോ. ഫങ്ഷൻസ് ക്ലിയർ ആയല്ലോ. ഇനി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഫീമെയിൽസിലെ കാര്യം എല്ലാം പറഞ്ഞു. ഇവരിന്റെ മെയിൽസിൽ ഫങ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? ഒരു കാര്യം ചോദിക്കട്ടെ. ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് ഇപ്പൊ ഫീമെയിൽസിലാണോ ദ മെയിൽസിലാണോ അതിന്റെ സൈസ് കൂടുതൽ? ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് അത് ഫീമെയിൽസിലാണോ ദ മെയിൽസിലാണോ സൈസ് കൂടുതൽ? ഇത് എഴുതി വെക്കുക. ആറിലാ കൂടുതൽ? ആറിലാണ് സൈസ് കൂടുതലുള്ള? ഫീമെയിൽസിൽ ഈ പറഞ്ഞ മെയിൽസിൽ സൈസ് കുറവാ. ഈ പറഞ്ഞ മെയിൽസിൽ സൈസ് കുറച്ച് കുറവാ. പക്ഷെ ഫീമെയിൽസിലാണെങ്കിൽ സൈസ് കൂടുതലായിരിക്കും. സോ ദ T3യും T4ഉം ക്ലിയർ ആയ എല്ലാവർക്കും ദ T3യും T4ഉം ക്ലിയർ ആയ കുഞ്ഞുങ്ങളെ? എല്ലാവർക്കും ദ T3യും T4ഉം ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. T3യും T4ഉം ഫുള്ള് മനസ്സിലായല്ലോ. അടുത്ത ഹോർമോൺ വേറെ ഏത്? കാൽസിറ്റോണിൻ കേട്ടിട്ടുണ്ടോ? എല്ലാവരും? യെസ്. അത് അടുത്ത ദിവസം പഠിക്കാമല്ലോ. കാൽസിറ്റോണിൻ അടുത്ത ദിവസം പഠിക്കാമോ? T3യും T4ഉം വരെ കംപ്ലീറ്റ് മനസ്സിലായല്ലോ. നന്നായിട്ട് പഠിക്കണം. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യത്തിൽ ഓർമ്മയുണ്ടല്ലോ. ഇന്ന് ആദ്യം ഈ പറഞ്ഞ ക്ലാസ് തുടങ്ങിയപ്പോ ഒരു സ്റ്റോറി പറഞ്ഞു തന്നു. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓർമ്മയുണ്ടോ? ഇന്ന് ഈ പറഞ്ഞ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഒരു കഥ പറഞ്ഞു തന്നു. ആ കഥ ഓർമ്മ വേണം. അടുത്ത ക്ലാസ്സിൽ ദ കാൽസിറ്റോണുമായിട്ട് വരാം. T3യും T4ഉം നന്നായി പഠിക്കുക. താങ്ക് യു സോ മച്ച്. ഇമ്പോർട്ടന്റ് ആണേ. താങ്ക് യു. Thank you.